നമസ്കാരം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിലവിൽ ആശങ്കയില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. പുതിയ ഡാം എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും അനാവശ്യ പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു. അവലോകന യോഗത്തിന് ശേഷമാണ് മന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഡാം തുറക്കേണ്ട സാഹചര്യം വന്നാൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കി. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. മുല്ലപ്പെരിയാർ സുരക്ഷിതമോ? പുതിയ ഡാം എന്ന ആവശ്യം നടക്കുമോ? ഇപ്പോഴത്തെ ആശങ്ക ഊതിപ്പെരുപ്പിച്ചതോ? പുതിയ പഠനങ്ങളുടെ സാധ്യത എന്താണ്? ഈ ചർച്ചയിൽ ഇടുക്കി MP ശ്രീ ഡീൻ കുര്യാക്കോസ്, CPI-എമ്മിനെ പ്രതിനിധീകരിച്ച ശ്രീ KS അരുൺകുമാർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോരാട്ടം നടത്തുന്ന അഭിഭാഷകൻ ശ്രീ റസൽ ജോയ്, നിരീക്ഷകനും സാമൂഹ്യ പ്രവർത്തകനും എഞ്ചിനീയറുമായ ശ്രീ സജി മാർക്കോസ്, ഫാദർ ജോയ് നിരപ്പേൽ, അദ്ദേഹം സമരസമിതിയുടെ മുൻ ഭാരവാഹിയായിരുന്നു. ഇവരെല്ലാം പങ്കെടുക്കുന്നു ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ ഡീൻ കുര്യാക്കോസ്, കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ഇന്റർസ്റ്റേറ്റ് ഡിസ്പ്യൂട്ടും കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യവഹാരങ്ങളിൽ ഒന്നുമാണ് മുല്ലപ്പെരിയാർ വിഷയം. നമ്മൾ ഒരുപാട് തവണ അത് ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. ഇപ്പോൾ സവിശേഷമായി മുല്ലപ്പെരിയാറിലുള്ള പ്രശ്നം എന്താണ്? മുല്ലപ്പെരിയാർ അപകടാവസ്ഥയിലാണ് എന്ന മട്ടിൽ വളരെ ശക്തമായ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. താങ്കൾ ഡാം ഡീകമ്മീഷൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇപ്പോൾ അടിയന്തര സാഹചര്യത്തിൽ മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് എന്താണ് ഉണ്ടായത്? അതായത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ഒരു അത്യാഹിതം സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രാർത്ഥന. അപ്പോൾ മുല്ലപ്പെരിയാറാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്ക. നമുക്കതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ എത്രത്തോളം അതിനെ അണ്ടർമൈൻ ചെയ്യാൻ ശ്രമിച്ചാലും അതൊരു വലിയ ഭയാശങ്കയായി കേരളീയ സമൂഹത്തിന് മുൻപിൽ നിൽക്കും. 5 ജില്ലകളെ മുഴുവനായി ബാധിക്കുന്ന, കേരളത്തെ ഏറ്റവും കൂടുതൽ ഞാൻ അതിൻ്റെ ഇതിലേക്കൊന്നും കടക്കുന്നില്ല. അതിൻ്റെ എത്രത്തോളം ഭയാനകമാണ് അത്തരമൊരു സാഹചര്യം സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനകത്തൊന്നും തർക്കമില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ അധികാരമുണ്ട്, നമുക്ക് ഗവൺമെൻറ്റുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റുണ്ട്, കേന്ദ്രമുണ്ട്, സുപ്രീം കോടതിയുണ്ട്, എല്ലാം ഉണ്ട്, ജനപ്രതിനിധികളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു പ്രശ്നപരിഹാരമാകുന്നില്ല എന്നുള്ള ഒരു സാധാരണക്കാരൻ്റെ ചോദ്യത്തിന് മുൻപിൽ നമുക്ക് മറുപടി ഇല്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇപ്പം ഇവിടെ കഴിഞ്ഞ ദിവസം തുംഗഭദ്ര അണക്കെട്ടിൻ്റെ ഒരു ഗേറ്റ്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ സംഭവിക്കുന്നു. അപ്പം 130 വർഷത്തോളം പഴക്കമുള്ള ഒരു ഡാം, അത് സുർക്കി മിശ്രിതം ഉപയോഗിച്ച് പണിത ഒരു ഡാം, അതിന് അപകടാവസ്ഥയുണ്ട് എന്ന് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള ആധികാരികമായ റിപ്പോർട്ടുകൾ പല മേഖലകളിൽ നിന്നും വരുമ്പോൾ, റൂർക്കി IIT-യുടെയും ഡൽഹി IIT-യുടെയും ഒക്കെ റിപ്പോർട്ട് വരുമ്പോൾ അത് ചരിത്രം നമുക്ക് ബോധ്യമുള്ളതാണ്. സുപ്രീം കോടതിയിൽ പലവട്ടം വന്ന കേസാണ്. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി മുമ്പിൽ കേരളവും തമിഴ്നാടും വാദിച്ചു. സെൻട്രൽ വാട്ടർ കമ്മീഷനും അതിന്റെ സ്റ്റേക്ക് ഹോൾഡർ ആയിരുന്നു. വിദഗ്ധ സമിതി ഉണ്ടായി. ആ വിദഗ്ധ സമിതിയുടെ അഭിപ്രായം കൂടി മാനിച്ചുകൊണ്ടാണ് തമിഴ്നാട്ടിന്റെ ജലനിരപ്പ് ഉയർത്താൻ സുപ്രീം കോടതി അനുമതി നൽകിയത്. അതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന പൊസിഷൻ. അപ്പം നമ്മൾ ഈ സമയത്ത് ഇപ്പോൾ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാൽ അതിന് താങ്കൾക്കറിയാമല്ലോ, താങ്കൾ ഒരു പാർലമെന്റ് അംഗമാണ്, നിയമപരമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഇപ്പോൾ എന്തെങ്കിലും അപകടാവസ്ഥ അല്ലെങ്കിൽ ഡാം ദുർബലമാണെന്ന് തോന്നലുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ആവശ്യപ്പെടുക, വീണ്ടും സുപ്രീം കോടതിയുടെ മുൻപിൽ എന്നുള്ളതല്ലാതെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൊണ്ടോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ കൊണ്ടോ ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കാരണം സുപ്രീം കോടതിയെ സംബന്ധിച്ചൊരു സെറ്റിൽഡ് പൊസിഷൻ ഉണ്ട്. അതിനെ മാറ്റണമെങ്കിൽ നിയമപരമായി അല്ലാതെ വേറെ വഴിയുണ്ടോ? ഇല്ല, ഈ കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ താങ്കൾ ചൂണ്ടിക്കാണിച്ച അതേ മാർഗത്തിലൂടെ തന്നെ പ്രശ്നപരിഹാരമാണ് MP എന്നുള്ള നിലയിൽ ഞാൻ ആവശ്യപ്പെടുന്നത്. ഇപ്പം ഞാൻ പാർലമെൻറ്റിൽ ഈ വിഷയം വീണ്ടും ഉന്നയിക്കുമ്പോൾ, അത് കൊണ്ടുവരുമ്പോൾ ഞാൻ ഉന്നയിച്ച കാര്യം എന്താ? ഇപ്പം 2021 ഡാം സേഫ്റ്റി ആക്ട് കേന്ദ്ര സർക്കാർ പാസ്സാക്കിയതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടാനുള്ള സ്പേസ് ലഭിക്കുകയാണ്. നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി രൂപീകരിച്ചുകൊണ്ട് 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ടുള്ള ഡാമുകളെ സംബന്ധിച്ചുള്ള കൃത്യമായ ഇടപെടൽ നടത്താൻ കേന്ദ്ര സർക്കാരിന് കൃത്യമായ അധികാരം അതിലൂടെ കൈവന്നിരിക്കുകയാണ്. 2022 ഏപ്രിൽ മാസം 8-ാം തീയതി സുപ്രീം കോടതി പുറത്തുവിട്ട ജഡ്ജ്മെന്റിലൂടെ തന്നെ ആ കാര്യം വളരെ വ്യക്തതയാക്കി, കൂടുതൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതായത് നാഷണൽ ഡാം സേഫ്റ്റി ആക്ടിനനുസരിച്ച് NDSAയുടെ മുഴുവൻ പവറും അത് ഉപയോഗിക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. കാലക്രമേണ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ മുഴുവൻ അധികാരങ്ങളും NDSA പാലിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരണം എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ 2024 NDSAയുടെ ഫോർമേഷൻ പോലും കൃത്യമായി നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളത് പാർലമെന്റിൽ ഞാൻ അടിയന്തര പ്രമേയത്തിലൂടെ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിച്ച കാര്യമാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ജലശക്തി മന്ത്രി ശ്രീ CR പാട്ടീലുമായി ഞങ്ങൾ കേരളത്തിലെ MP-മാർ ചർച്ച നടത്തുകയുണ്ടായി. അപ്പോൾ NDSAയുടെ ഫോർമേഷൻ
അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ, അതിലൂടെ ഈ തർക്കം നമ്മളിപ്പോൾ എത്ര പറഞ്ഞാലും ഇപ്പോൾ കോടതി ഒരു സെറ്റിൽഡ് പൊസിഷൻ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇതുപോലെ ഒരു കാര്യത്തെ കാണാൻ ഒക്കില്ലല്ലോ. 130 വർഷമായില്ലേ. അപ്പോൾ ഓരോ വർഷങ്ങൾ കഴിയും തോറും ഇപ്പോൾ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനമാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു കേസിൻ്റെ ഒരു വസ്തുതകൾ നിരത്തി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ആരുടെയും കയ്യിലുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഒരു 24 മണിക്കൂറോ അല്ലെങ്കിൽ 48 മണിക്കൂറോ തുടർച്ചയായി മഴ പെയ്താൽ മേഘവിസ്ഫോടനം ഉണ്ടായാൽ ക്ലൗഡ് ബേസ്ഡ് ആണ് ഇന്നിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ വയനാട്ടിൽ ഉണ്ടായത് അതാണ്, ഇതിനു മുമ്പ് പെട്ടിമടിയിൽ ഉണ്ടായത് അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ ഒരു മാൻമെയ്ഡ് സ്ട്രക്ചർ, ഇത് മനുഷ്യനുണ്ടാക്കിയതാണല്ലോ, അല്ലാതെ പ്രകൃതിയുടെ ഒരു സംഭവമല്ല, ഇത് മനുഷ്യനുണ്ടാക്കിയ ഒരു കാര്യമാണ്. ഇപ്പൊ പാർലമെന്റ് കെട്ടിടം പോലും നമ്മൾ മാറ്റി പുതിയ പാർലമെന്റ് മന്ദിരത്തിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എവരി മാൻമെയ്ഡ് സ്ട്രക്ചർ ഹാസ് ദെയർ ഓൺ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് പോലെ ഇത് ഈ കാര്യത്തിൽ ഒരു മനുഷ്യനിർമ്മിത വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യനിർമ്മിതമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് അതിന്റെ ലൈഫ് സ്പാൻ നിർണ്ണയിക്കപ്പെടണം. അപ്പോൾ കോംപ്രിഹെൻസീവ് സേഫ്റ്റി ഇവാലുവേഷൻ വേണമെന്ന് സുപ്രീം കോടതി 2022 ഏപ്രിൽ മാസം 8-ാം തീയതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിൽ ഒരു സമഗ്രമായ സേഫ്റ്റി ഇവാലുവേഷൻ 2022 ശേഷം നടന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മളെ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അതിന്റെ ഉത്തരവാദിത്തമായി ഞാൻ കരുതിയാണ്. ഇത് മഴക്കാലം വരുമ്പോൾ 5-6 മഴ പെയ്യുമ്പോൾ തീർച്ചയായും അവിടെയാണ് ശ്രീ അരുൺകുമാർ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അദ്ദേഹം ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ജനങ്ങളുടെ ആശങ്ക കൂടി ചൂണ്ടിക്കാണിക്കാൻ ബാധ്യതപ്പെട്ട ആളാണ്. തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ, ഇതാണ് കേരളം വളരെ കാലമായി എടുത്തു വരുന്ന സമീപനം. പക്ഷേ നമുക്കറിയാം ഇതിൻ്റെ നിയമ പോരാട്ടങ്ങൾ, തുടർന്ന് ഉണ്ടായിട്ടുള്ള വിദഗ്ധ പഠനങ്ങൾ, അതിൻ്റെ ഒരു ക്രോണോളജി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഒരു രാത്രി കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയരുകയും ചെയ്യും. പക്ഷേ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രകൃതി പ്രതിഭാസങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അത് നമ്മൾ ഏറ്റവും ഒടുവിൽ വയനാട്ടിൽ കണ്ടു. ഒരുപാട് മഴ പെയ്താൽ, അതിവർഷമുണ്ടായാൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തേത്, ഏത് മനുഷ്യനിർമ്മിത വസ്തുവും 100% പെർഫെക്റ്റ് ആണ്, അതിന് ഒരിക്കലും ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അപ്പോൾ ഈ 2 ഫാക്ടേഴ്സ് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ പ്രശ്നം എങ്ങനെയാണ് പ്രായോഗികമായി പരിഹരിക്കാൻ കഴിയുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ തമിഴ്നാട്, കേരളം 2 സഹോദര സംസ്ഥാനങ്ങളെ പോലെയാണ്. 2 ഭരണകൂടങ്ങളും വളരെ സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. വയനാട് ദുരന്തത്തിൽ ആദ്യം സഹായം പ്രഖ്യാപിച്ചവരിൽ ഒരാൾ MK സ്റ്റാലിനായിരുന്നു. അപ്പോൾ ചരിത്രത്തിൽ ഏറ്റവും മികച്ച സൗഹൃദം 2 മുഖ്യമന്ത്രിമാർ, 2 സ്റ്റേറ്റ് ഗവൺമെന്റുകൾ പുലർത്തുന്ന സമയത്ത് ഈ വിഷയം പരിഹരിക്കാനുള്ള ഒരു ഉപാധിയായി അക്കാര്യത്തെ ഈ 2 സംസ്ഥാനങ്ങൾ സഹകരിച്ചാൽ മറ്റു കാര്യങ്ങളൊക്കെ എളുപ്പമാണല്ലോ. അപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ടോ? അതിന് പറ്റിയ സന്ദർഭമല്ലേ ഇത്? അഭിലാഷേ, ഈ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ്നാട്ടിന് ആവശ്യമായിട്ടുള്ള വെള്ളം, കേരളത്തിന് ശക്തമായിട്ടുള്ള സുരക്ഷ എന്ന മുദ്രാവാക്യം തന്നെയാണ് ആദ്യഘട്ടം മുതൽ തന്നെ കേരളം മുന്നോട്ട് വച്ചത്. എന്നാൽ ഇത്രയും പഴക്കമുള്ള ഒരു ഡാം പുനർനിർമ്മിക്കണം, പുതിയ ഡാം വേണം എന്നുള്ള ആവശ്യം അതിശക്തമായിട്ട് മുന്നോട്ട് വച്ചിട്ട് തന്നെയാണ് കേരളം നിയമ പോരാട്ടം നടത്തിയത്. ബഹുമാനപ്പെട്ട ഇടുക്കിയുടെ MP ഇപ്പോൾ സൂചിപ്പിച്ചത് ഇത്തരത്തിലുള്ളതാണ് സാഹചര്യമെങ്കിലും ഇവിടെ ഗവൺമെന്റുകൾ ഉണ്ടല്ലോ എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. കൃത്യമായി ഇതിന്റെ നിയമ പോരാട്ടവും നിലവിലെ സാഹചര്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ഈ സാഹചര്യത്തെ എങ്ങനെ നമുക്ക് നേരിടാൻ കഴിയും എന്നത് സത്യസന്ധമായി തന്നെ വിലയിരുത്തണം. 2014 സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധി പറഞ്ഞു. 142 അടി വരെ വെള്ളത്തിന്റെ തോത് ഉയർത്താൻ തമിഴ്നാടിന് അനുവാദവും കൊടുത്തു. അതിനുശേഷം സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഡാമിനെ ശക്തിപ്പെടുത്താനുള്ള നടപടിക്രമങ്ങൾക്ക് ഉള്ള നിർദ്ദേശവും നൽകി. കൃത്യമായി 372 അടി നീളമുള്ള ഡാമിൽ ഒരു അടിയിൽ 12 ടൺ വച്ച് ഏകദേശം 4464 ടൺ കോൺക്രീറ്റ് ഉപയോഗിച്ചുകൊണ്ട് അത് ശക്തിപ്പെടുത്തി. അപ്പൊ അവിടെ നിൽക്കട്ടെ. അപ്പൊ ആ പ്രശ്നത്തിൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധി 2014 വന്ന് ആ വിധി അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോൾ എങ്ങനെ സംസ്ഥാന ഗവൺമെന്റിന് അതിൽ ഇടപെടാൻ കഴിയും? എങ്ങനെ കേന്ദ്ര ഗവൺമെന്റിനെ ഇപ്പോൾ 2021 കൊണ്ടുവന്ന കേന്ദ്ര നിയമപ്രകാരം ഫുൾ കൺട്രോളും 2 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റിനാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം നടത്താം, ഇടപെടൽ നടത്താം, കൺസിലിയേഷൻ മീറ്റിംഗ് നടത്താം, സുപ്രീം കോടതി വിധിയെ ഓവർകം ചെയ്യാൻ വേണ്ടി പാർലമെന്റിൽ നിയമം പാസാക്കാം. ഇതിനുള്ള അധികാരമെല്ലാം കേന്ദ്ര ഗവൺമെന്റിനാണ് ഉള്ളത്. സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം 2014 വിധിക്ക് ശേഷം ഉള്ള പവർ ദുർബലമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ ഡാം എന്നുള്ള ആവശ്യം ശക്തിപ്പെടുത്താൻ അല്ല, അവിടെയാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ പ്രസക്തി. അരുൺകുമാർ, ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് കേരളം വിചാരിച്ചാൽ ഇപ്പോൾ അവിടെ ഒരു ഡാം പണിയുക അസാധ്യമാണ്. അപ്പോ നോക്കൂ, ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? കേരളവും തമിഴ്നാടും തമ്മിലുള്ള തർക്കമാണല്ലോ. ഈ 2 കക്ഷികൾക്കും തർക്കമില്ല എങ്കിൽ സെൻട്രൽ വാട്ടർ കമ്മീഷനോ കേന്ദ്ര സർക്കാരിനോ പിന്നെ എന്താണ് പ്രശ്നം? അപ്പൊ ഈ 2 സംസ്ഥാനങ്ങൾ യോജിപ്പിലെത്തുക എന്നുള്ളതാണല്ലോ ഇതിലെ മർമ്മപ്രധാനമായ കാര്യം. ഇപ്പൊ തമിഴ്നാടിന്റെ മധുര ഭാഗത്തിന് മുഴുവൻ വെള്ളം സപ്ലൈ ചെയ്യുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടാണ്. അവർക്ക് വെള്ളമില്ല
വെള്ളമില്ലാതെ പറ്റില്ല, അവരുടെ കാർഷിക വ്യവസ്ഥയാകെ തകിടം മറിയും. അപ്പോൾ വെള്ളം എന്ന് പറയുന്ന അവരുടെ പ്രയോറിറ്റി, സുരക്ഷ എന്ന് പറയുന്ന നമ്മുടെ പ്രയോറിറ്റി, ഇത് രണ്ടും സംരക്ഷിച്ചുകൊണ്ട് ഈ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരു തരത്തിലുള്ള എമിക്കബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് എത്താമല്ലോ. അതിനുള്ള സാധ്യതയുണ്ടല്ലോ. അല്ല, ഇതിലിപ്പോ സുപ്രീം കോടതി സൂപ്പർവൈസറി കമ്മിറ്റിയാണ് വച്ചിരിക്കുന്നത്. 2 പേർ തമിഴ്നാട്ടിൽ നിന്ന്, 2 പേർ കേരളത്തിൽ നിന്ന്, ഒരാൾ കേന്ദ്ര ജല കമ്മീഷന്റെ ഭാരവാഹി. ഈ 5 അംഗ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് 2014 സുപ്രീം കോടതി വിധിക്ക് ശേഷം മുല്ലപ്പെരിയാറിലെ കാര്യങ്ങൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത്. എന്നാൽ 2021 കേന്ദ്ര നിയമം വന്നതിന് ശേഷം ഫുൾ പവറും കേന്ദ്രത്തിന്റെ നിയമപ്രകാരം രൂപീകരിക്കേണ്ട കമ്മിറ്റിയുടെ കയ്യിലാണ്. അപ്പോൾ സൂപ്പർവൈസറി കമ്മിറ്റി ദുർബലമാകുകയും 2021 കേന്ദ്ര നിയമപ്രകാരം രൂപീകരിക്കാൻ പോകുന്ന കമ്മിറ്റിയിലേക്ക് വരികയാണ്. അപ്പോൾ ഒരു കൺസിലിയേഷന്റെ പ്രോസസ് ആരംഭിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് വേണ്ട നിർദ്ദേശങ്ങൾ തരാനും ഇടപെടാനും കഴിയും. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ഇത്ര വർഷങ്ങളായി നടക്കുന്ന നിയമ പോരാട്ടം നടക്കുമ്പോൾ ആ നിയമ പോരാട്ടത്തിന്റെ ഭാഗമായി ഏത് വിഷയം ഉയർന്നു വരുമ്പോഴും വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെ കൺസിലിയേഷൻ പ്രൊസീഡിങ്സ് ആരംഭിക്കണം എന്ന് പറയുന്നതിൽ യുക്തിയില്ല. അപ്പൊ അടുത്ത കാലത്ത് അവിടെ ഒരു പാർക്കിംഗ് സൗകര്യം ഒരുക്കി മുല്ലപ്പെരിയാറിന്റെ താഴെ. അതിനെതിരെ തമിഴ്നാടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോയത്. ആ കേസാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ പെൻഡിൽ നിൽക്കുന്നത്. കേന്ദ്ര സർവേ അതോറിറ്റിയോട് ഈ പറയുന്ന കരാറിൽപ്പെട്ട സ്ഥലത്താണോ ഈ പാർക്കിംഗ് ഉള്ളത് എന്ന് പരിശോധിക്കാൻ പറഞ്ഞു. കേന്ദ്രത്തിലെ സർവേ ഓഫ് ഇന്ത്യ കൃത്യമായി സർവേ നടത്തിയപ്പോൾ കരാറിൽപ്പെട്ട സ്ഥലത്തല്ല കേരളം പാർക്കിംഗ് ഉണ്ടാക്കിയത് എന്ന് തെളിയിക്കപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ സുപ്രീം കോടതി പരിശോധിക്കാനും പരിഗണിക്കാനും വേണ്ടി ഇഷ്യൂ ഫ്രെയിം ചെയ്യാൻ തീരുമാനിച്ചു. ആ ഇഷ്യൂവിന്റെ ഭാഗമായി കേരളം ഉയർത്തിക്കൊടുത്ത ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ശരിക്കും 1800 അവസാനം 1886 ഉള്ള കരാറ്. ആ കരാറ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മഹാരാജാവും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് തമ്മിലാണ്, തമിഴ്നാടും തമ്മിലല്ല. അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പായതുകൊണ്ട് തന്നെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യയുമായിട്ടാണ് കരാറ്. അപ്പൊ അതുകൊണ്ട് ഒരു ഇഷ്യൂ പ്രധാനമായും കേരള ഗവൺമെന്റ് റൈസ് ചെയ്തു. ആ ഇഷ്യൂവിന് തമിഴ്നാട് ഒബ്ജക്ഷൻ കൊടുത്തു. അതിൽ വാദം നടന്നു. ആ ഇഷ്യൂ നിലനിൽക്കുമെന്നും അതടക്കം പരിഗണിക്കാമെന്നും ഇപ്പോൾ സുപ്രീം കോടതി ഇഷ്യൂ ഫ്രെയിം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഏത് വിഷയം ഉയർന്നു വരുമ്പോഴും നിയമ പോരാട്ടം കൂടുതൽ കരുത്തോടെ നടക്കുകയാണ്. അതുകൊണ്ട് കൺസിലിയേഷൻ പ്രൊസീഡിംഗ്സിന്റെ ഒരു സാധ്യത രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ആരംഭിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. അതുപോലെ 2021 നിയമപ്രകാരം രൂപീകരിക്കാൻ പോകുന്ന അതോറിറ്റിയാണ്. അതുകൊണ്ട് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വൈകാരിക പ്രശ്നമായി ഇതിനെ ചിത്രീകരിക്കാതെ, അത്തരത്തിലൊരു തർക്കത്തിലേക്ക് ഇത് പോകാതെ ഏറ്റവും സമവായത്തോടെ പുതിയ ഡാം എന്ന ആശയം നടപ്പാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തേക്ക് അതോറിറ്റിയെ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ കൂട്ടായിട്ട് പ്രവർത്തിക്കണം. ശരി, ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഞാൻ മറ്റ് അതിഥികളിലേക്ക് വരുന്നതിന് മുമ്പ് MP ഒരിക്കൽ കൂടി ശ്രീ ഡീൻ കുര്യാക്കോസ്, അടിയന്തരമായി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു പ്രശ്നത്തെക്കുറിച്ച് പറയുമ്പോൾ ജനങ്ങൾക്ക് വലിയ തോതിലുള്ള ആശങ്കയുണ്ട്. വൈകാരികമായി വിഷയങ്ങളെ അവതരിപ്പിക്കുന്നതിന്റെ പ്രശ്നവും ഉണ്ടാകും. എന്തായാലും ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ജനങ്ങളുടെ ആ ആശങ്ക പരിഹരിക്കേണ്ടതാണ്. ഒരു പകരം സംവിധാനം അല്ലെങ്കിൽ പുതിയ ഡാം, ഇതൊക്കെ വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ പതിറ്റാണ്ടുകൾ എടുക്കുന്ന കാര്യമാണല്ലോ. അടിയന്തരമായി ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണ് എന്നൊരു പോയിന്റിലേക്ക് വന്നാൽ, താങ്കൾ നേരത്തെ ഈ സേഫ്റ്റി ഇവാലുവേഷന്റെ കാര്യം പറഞ്ഞു. മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് ഇപ്പോൾ അതിന്റെ സുരക്ഷ എത്രമാത്രമുണ്ട്, ബലപ്പെടുത്തൽ ആവശ്യമുണ്ടോ, ഇത് സംബന്ധിച്ച് ഒരു അടിയന്തര പരിശോധന വേണം എന്നുള്ളതാണോ ഈ നിമിഷത്തിലെ, ഈ ദിവസത്തെ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിൽ തന്നെ അത് കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്, അത് ചെയ്തിട്ടുമില്ല. അപ്പോൾ അതൊരു താങ്കൾ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായി നോക്കേണ്ടത്. ഏറ്റവും വലിയതായിട്ടുള്ള ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയുടെ അല്ലെങ്കിൽ എക്സ്പെർട്ട് ഇൻസ്പെക്ഷൻ അക്കാര്യത്തിൽ നടത്തേണ്ടതായിരുന്നു. ഞാൻ 1-2 കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ അരുൺകുമാറും ഞാനും ഈ NDSAയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് സമാനമാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അക്കാര്യത്തിൽ ഇടപെടണം എന്നുള്ളത് ആ ഒരു കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അരുൺകുമാർ സംസാരിക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നെല്ലാം ക്ലിയർ ആണ് എന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത് ശരിയുമല്ല എന്നുള്ളത് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം 2014 ജഡ്ജ്മെൻറ്റിന് ശേഷം സംസ്ഥാന ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ സാധിക്കും, ഒന്നും ചെയ്യാൻ യാതൊരു റൂളുമില്ലായിരുന്നു എന്ന് പറഞ്ഞിടത്താണ് ഒരു സ്വകാര്യ വ്യക്തി ഡോക്ടർ ജോ ജോസഫിൻ്റെ ഹർജി, ഞാൻ ആ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്, MP എന്നുള്ള നിലയിൽ ഞാൻ കക്ഷി ചേർന്നിട്ടുള്ള ആളാണ്. ആ കേസിലാണല്ലോ അതിൻ്റെ ഭാഗമായിട്ട്, ആ റിട്ട് പെറ്റീഷൻ്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഈ കാര്യത്തിൽ കേരളത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നടപടി വന്നത്. അതായത് ശാസ്ത്രീയമായിട്ടുള്ള ഉപകരണങ്ങൾ, ഡാമിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായ ഉപകരണങ്ങൾ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സുപ്രീം കോടതി നിഷ്കർഷിക്കുന്നു. 2014 ജഡ്ജ്മെൻറ്റിന് ശേഷമാണ്. സംസ്ഥാന ഗവൺമെൻറ് അതിനുശേഷം ഒന്നും ചെയ്തില്ല. 2014 ആ ജഡ്ജ്മെന്റിൽ പറഞ്ഞു 2 സംസ്ഥാനങ്ങൾ തമ്മിൽ ഒത്തുതീർപ്പിലെത്തിയാൽ ഈ കാര്യം തീരുമാനമെടുക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു സാധ്യതയും പരിഗണിച്ചില്ല. പിന്നീട് ഈ പറഞ്ഞതുപോലെ
യാതൊന്നും ചെയ്യാതിരുന്ന ഒരു ഘട്ടത്തിലാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ഇത് വരുന്നു. ഷട്ടർ മാനേജ്മെൻറ്റ്, രാവിലെയും രാത്രിയും ഒന്നും ഇല്ലാതെ തമിഴ്നാട് വെള്ളം തുറന്നു വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഷട്ടർ മാനേജ്മെൻറ്റ് കൃത്യമാകണമെന്നുള്ള നിർദ്ദേശം വരുന്നു. പിന്നീട് അതുകൂടാതെ റൂൾ കർവ്, ഏറ്റവും പ്രധാനം ഇപ്പം നമ്മൾ ആകെ ആശ്രയിക്കുന്ന കാര്യം എന്താ? റൂൾ കർവ് പാലിച്ചുകൊണ്ട് വാട്ടർ റിലീസിങ് കൃത്യമായി നടക്കുന്നു എന്നുള്ളത്, അത് മോണിറ്ററിങ് ചെയ്യുന്നു, അതുള്ള ആ ഒരു കാര്യത്തിൽ മാത്രമാണ് നമ്മുടെ ആശ്രയം. അപ്പോൾ അത് സുപ്രീം കോടതിയുടെ ഈ 2014 ജഡ്ജ്മെൻറ്റിന് ശേഷം വന്നിട്ടുള്ള സുപ്രീം കോടതിയുടെ ഇടപെടലാണ്. അപ്പോൾ പരമോന്നതമായ വിധി ഉണ്ടായതിനു ശേഷം കൈയും കെട്ടി കേരളം നോക്കി നിന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും യാതൊരു പ്രതികരണം ഉണ്ടാകാതിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പോലെയുള്ള ഇടപെടൽ ഉണ്ടാകാതിരുന്നെങ്കിൽ നമ്മളിപ്പോൾ എവിടെ എത്തി നിൽക്കുമായിരുന്നു? സംസ്ഥാന ഗവൺമെന്റ് നമ്മളെ കൈയൊഴിയുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. നമ്മൾ ഓർക്കണം, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യം ഡൽഹിയിൽ പോയി നടത്തിയ സ്റ്റേറ്റ്മെന്റ് മുല്ലപ്പെരിയാറിൽ ഡാം സാധ്യമല്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ വീണ്ടും ആ നിലപാട് തിരുത്തിയിട്ടുണ്ട്, സ്വാഗതം, നമുക്ക് അതിനകത്ത് തർക്കമില്ല. പക്ഷേ വേണ്ട വിധത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ഇനിഷ്യേറ്റീവ്, ഇപ്പോൾ ഈ NDSAയുടെ രൂപീകരണം, കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ക്ഷണിച്ചു വരുത്താൻ എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോഴും പരിശ്രമിച്ചിട്ടില്ലല്ലോ? ഇപ്പം ഞാൻ MP എന്നുള്ള നിലയിൽ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചു. ഇനി അതല്ല, ഞാനതിൻ്റെ എൻ്റെ ഒരു മഹത്തരമായി ഞാൻ കാണുന്നില്ല. പക്ഷേ സംസ്ഥാന ഗവൺമെന്റ് ഈ കേസ് നടപ്പിലാക്കുന്ന സംസ്ഥാന സർക്കാർ, ജലവിഭവ വകുപ്പ്, പ്രിൻസിപ്പൽ സെക്രട്ടറി, സൂപ്പർവൈസറി കമ്മിറ്റിയിലെ അംഗം ഏതെങ്കിലും തരത്തിൽ NDSAയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഈ സമയം ചെലവഴിക്കുമ്പോഴും, അല്ലെങ്കിൽ ഇതുവരെയും സംസ്ഥാന ഗവൺമെന്റ് ഇക്കാര്യത്തിൽ 2 വർഷത്തിന് മുമ്പുണ്ടായ ആ നടപടിയിൽ നിന്നും എത്രത്തോളം മുന്നോട്ട് പോയി? ഇതിനിടയിൽ നമ്മൾ മുല്ലപ്പെരിയാർ ഡാം സൈറ്റിൽ ഉണ്ടായിരുന്ന മരം മുഴുവൻ മുറിച്ചു കൊടുക്കാൻ, തമിഴ്നാടിന് അനുകൂലമായി കൊടുക്കാൻ വേണ്ടി ക്യാബിനറ്റ് തീരുമാനമെടുത്ത ഗവൺമെന്റ് അത്. അപ്പോൾ ഇതൊക്കെ പല കാര്യങ്ങളും ഇതിനകത്ത് പറയാനുണ്ട്. പക്ഷെ ഞാനിതൊന്നും ഈ ഘട്ടത്തിൽ വലിച്ചിടുന്നില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഇപ്പോഴെങ്കിലും ഒരുമിക്കണം. ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ഇടപെടിപ്പിക്കാൻ പറ്റുന്ന ആ ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്താൻ 1 മിനിറ്റ് പോലും വൈകിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഡിമാൻഡ്. 1 നിമിഷം പോലും വൈകിക്കാതെ ഈ പറയപ്പെടുന്ന NDSAയുടെ ഫോർമേഷനും ഈ നടപടിക്രമങ്ങൾ, സൂപ്പർവൈസറി കമ്മിറ്റിയുടെ അധികാരം NDSAയുടെ കയ്യിലേക്കാവും. അപ്പോൾ ഇത് കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും കേരളത്തിന് അനുകൂലമല്ലാത്ത ഒരു നടപടി സ്വീകരിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കേരളത്തിലുള്ള ഇത്രയും കാലപ്പഴക്കമുള്ള ഒരു ഡാം, ആ ഡാമിന്റെ കാര്യത്തിൽ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അതിനകത്ത് അനുകൂലമായ ഒരു നടപടി എടുപ്പിക്കാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിലുള്ളത്. ശരി, ശ്രീ സജീവ് മാർക്കോസ്, താങ്കൾ ഇടുക്കിക്കാരൻ കൂടിയാണല്ലോ. നമ്മൾ ചില വർഷങ്ങളുടെ ഇടവേളകളിൽ ആവർത്തിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ കാലപ്പഴക്കം. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു മനുഷ്യനിർമ്മിതിയും കാലാതിവർത്തിയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിരിക്കെ മുല്ലപ്പെരിയാറിന്റെ ഡൗൺ സ്ട്രീമിലുള്ള എല്ലാ മനുഷ്യരെയും പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് മുല്ലപ്പെരിയാറിന്റെ അപകടാവസ്ഥ. ഇപ്പോൾ അത് വീണ്ടും സമൂഹത്തിൽ ചർച്ചയാകുമ്പോൾ ഇതെന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു അവസരമായി മാറുമോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അടിയന്തരമായി ചെയ്യേണ്ടത് എന്താണ്? എനിക്ക് തോന്നുന്നത് അഭിലാഷ് 2-3 പ്രാവശ്യമായിട്ട് ഇത് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഈ ഡാം അപകടത്തിലാണെന്ന് തമിഴ്നാടിനെയോ കേന്ദ്ര സർക്കാരിനെയോ സുപ്രീം കോടതിയോ ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ അറിവിൽ ഈ ഡാം സേഫ് ആയിട്ടുള്ള ഡാമാണ്. അപ്പോൾ ഇത് എന്ത് തരത്തിലുള്ള ഒരു നടപടിയുമായി നമ്മൾ മുമ്പോട്ട് പോകണമെങ്കിലും നമുക്ക് ഏകപക്ഷീയമായി ചെയ്യാൻ കഴിയില്ല. നമുക്ക് ആ ഡാം ഡീകമ്മീഷൻ ചെയ്യാൻ കഴിയില്ല, നമുക്കൊരു ഡാം നിർമ്മിക്കാൻ കഴിയില്ല. അത് ചെയ്യണമെങ്കിൽ ആദ്യമായി വേണ്ടത് 2 പരിഹാരങ്ങളുണ്ട്. ഒരു പരിഹാരം ഇപ്പൊ അരുൺകുമാർ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു റീകൺസിലിയേഷന് പറ്റിയ സമയമല്ല എന്ന് പറഞ്ഞു. എനിക്ക് പൂർണ്ണ യോജിപ്പില്ലെങ്കിലും അത്ര ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ സഖാവ് പിണറായി വിജയൻ ഇവിടെ ഭരിക്കുന്നു, അവിടെ സ്റ്റാലിൻ അവിടെ ഉണ്ടെന്നുള്ളത് അനുകൂലമായ ഒരു സാഹചര്യമാണുള്ളത്. കഴിയുമെങ്കിൽ ഈ 2 പേരെയും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തി ചർച്ച ചെയ്തുകൊണ്ട് 2 പേരും കൂടി യോജിക്കുന്ന ഒരു ഏജൻസിയെ കൊണ്ടൊരു ഒരു സേഫ്റ്റി ഓഡിറ്റ് നടത്തുക എന്നുള്ളതാണ് വേണ്ടത്. കാരണം ഈ ഡാം അപകടാവസ്ഥയിലാണെന്ന് ആരാണ് പറഞ്ഞത്? ഈ സെൻട്രൽ വാട്ടർ കമ്മീഷൻ പറയുന്നില്ല, എംബോർഡ് കമ്മിറ്റി പറയുന്നില്ല. തമിഴ്നാട്ടുകാരന്റെ നമ്മൾ 3.5 കോടി ജനങ്ങൾ അത് അപകടത്തിലാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ 7.5 കോടി ജനങ്ങൾ അത് അപകടത്തിലല്ലെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സുപ്രീം കോടതി അപകടത്തിലല്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 2 കൂട്ടർക്കും കൂടി ഇതൊരു അപകടത്തിലാണെന്ന് ബോധ്യപ്പെടുന്ന ഒരു ഏജൻസിയെ കൊണ്ട് ഇതിനെ ഒരു ഓഡിറ്റ് നടത്തുക എന്നുള്ളതാണ് വേണ്ടത്. അതല്ലാതെ ഇതുമായിട്ട് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിരിക്കണം. അത് നമുക്ക് തമിഴ്നാടുമായി സംസാരിച്ചു വേണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഒരല്പം ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. കാരണം ഈ ഒരു 2010-കളിലൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, അവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡൊക്കെ ഇറങ്ങിയ ചില വീഡിയോകളുണ്ടായിരുന്നു. അതിനകത്ത് 100% കേരളത്തെ കുറ്റം പറഞ്ഞുകൊണ്ടും കേരളത്തിനെതിരെ സംസാരിച്ചുകൊണ്ടുമുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതിന്റെ താഴെ വരുന്ന കമന്റ്സ് ഒക്കെ വായിച്ചു നോക്കി നമ്മൾ അത്ഭുതപ്പെട്ടു. എല്ലാ തമിഴരും വിശ്വസിക്കുന്നത് ഈ ഡാം സേഫ് ആണെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷെ അതുപോലത്തെ ചില വിഷം നമ്മുടെ നാട്ടിൽ ഇപ്പൊ ജനങ്ങളോട് കുത്തിവെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് മനുഷ്യർ തമ്മിലുള്ള സ്പർദ്ധ വർദ്ധിപ്പിക്കുകയല്ല വേണ്ടത്. ചില യൂട്യൂബർമാരും
അതുപോലെ സോഷ്യൽ മീഡിയയും ഒക്കെ വന്ന് മനുഷ്യർ തമ്മിലുള്ള സ്പർദ്ധ വർദ്ധിക്കുകയാണ്. അത് ഒരു കാരണവശാലും ചെയ്തുകൂടാ. ഇത് നമ്മൾ ഈ കാര്യത്തെ കൈകാര്യം ചെയ്യേണ്ടത് കേരളവും തമിഴ്നാടും ഒരു സംസ്ഥാനം എന്ന പോലെ തന്നെ കൈകാര്യം ചെയ്യണം. ഇവിടെ വെള്ളമുണ്ട്, അവർക്ക് കൊടുത്തു, അവിടെ നിന്ന് പച്ചക്കറി, ഇത്തരത്തിലുള്ള സംസാരങ്ങളോ അതിൽ നിന്ന് നമ്മൾ മാറാൻ തയ്യാറാവണം. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഒരു പൊളിറ്റിക്കലായ ഒരു നല്ലൊരു തീരുമാനമായിരിക്കും. ഇരു കൂട്ടരും ചേരുന്ന. ഇപ്പൊ നമ്മൾ നടത്തിയ 2 പഠനങ്ങളുടെ റിപ്പോർട്ട് നമുക്ക് അനുകൂലമായ ചില പ്രസ്താവനകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് അത് പ്രയോജനപ്പെടുത്താൻ പറ്റാതെ വന്നത്? അതിന് സുപ്രീം കോടതിയിൽ തമിഴ്നാട് എതിർത്തു. അപ്പൊ തമിഴ്നാട് നമ്മൾ ചേരുന്ന യോജിക്കുന്ന ഒരു ഏജൻസി, അതിനെന്തായിരിക്കും വേണ്ടത്? വെള്ളം അവർക്ക് കിട്ടുമെന്ന് 100% ഉറപ്പുവരുത്തണം. അതിന് പറഞ്ഞ ഏറ്റവും അതിനകത്ത് ഒരു പക്ഷേ ഡീൻ കുര്യാക്കോസിനോട് വിയോജിക്കുമായിരിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പുതിയ ഡാം എന്ന് പറയുന്ന ആശയം മുമ്പോട്ട് വെച്ചപ്പോൾ നമ്മുടെ കാല് പിഴച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആർക്കാണ് ഡാം വേണ്ടത്? നമുക്ക് ഡാം വേണ്ട, തമിഴിനും ഡാം വേണ്ട, തമിഴ് വെള്ളം മതി. അതായത് നമ്മുടെ തമിഴ്നാടിന് വെള്ളം കിട്ടാൻ ഡാം മാത്രമാണ് പരിഹാരം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പെന്നിക്കൊക്കിന്റെ കാലത്തോടെ തിരിച്ചുപോയി. 150 വർഷം പുറകോട്ട് പോയി. ഇന്നത്തെ കാലത്ത് ഒരു ഡാമാണോ പണിയേണ്ടത്, എങ്ങനെയാണ് തമിഴിന് വെള്ളം കൊടുക്കാനുള്ള സാധ്യത എന്ന് പറയേണ്ടത് വിദഗ്ധന്മാരാണ്. അതിനുള്ള വൈദഗ്ധ്യമുണ്ട്. 6100 ഡാമുകളെ പരിപാലിക്കുന്ന ഒരു അപേക്ഷ ബോഡിയാണ് CWC. അവിടെ വിദഗ്ധന്മാരുണ്ട്, ജിയോളജിസ്റ്റുകളുണ്ട്. അവരാണ് പറയേണ്ടത് എന്താണ് പരിഹാരം തമിഴ്നാട് വെള്ളം കൊടുക്കാൻ. ഒരു ഡാം പണിത് കഴിഞ്ഞാൽ 150 വർഷം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ പ്രശ്നത്തിലാവും. അങ്ങനെ ഡൗൺ സ്ട്രീമിൽ കൂടുതൽ ആളുകൾ താമസം ഉണ്ടാവും, ഇൻവെസ്റ്റ്മെന്റ് വലുതായിരിക്കും. അങ്ങനെ വന്നാൽ ഈ 999 എന്ന് പറയുന്ന ഈ കരാർ നമുക്ക് റദ്ദാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 6 7 ഡാം പണിയേണ്ടി വരും. അപ്പോഴത്തേക്കും ഇത് എവിടെ ചെന്ന് നിൽക്കും? അതിന്റെ ഹൈറ്റ് എന്തായിരിക്കും? എങ്ങനെയാണ് നമ്മൾ അത് നിർമ്മിക്കുന്നത്? അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കി വെക്കുക. അതുകൊണ്ട് ഡാം പണിയരുതെന്നല്ല ഞാൻ പറയുന്നത്, പുതിയ ഡാം വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ ഡാമാണ് പരിഹാരമെന്ന് നിശ്ചയിക്കേണ്ടത് അതാത് മേഖലയിൽ വിദഗ്ധന്മാരാണ്. മറ്റെന്തെങ്കിലും വഴികളുണ്ടോ? ഇപ്പോ ഇടയ്ക്ക് വന്നിരുന്ന ഒരു നിർദ്ദേശമായിരുന്നു, ഈ ഔട്ട്ലെറ്റിന്റെ ഡെപ്ത് ഒരു 50 മീറ്റർ താഴോട്ട് 50 അടി കൂടി താഴോട്ട് താത്തി കഴിഞ്ഞാൽ ഈ ജലനിരപ്പ് ഏതാണ്ട് 100 അടിയിൽ നിർത്താം. അപ്പൊ ഈ ഡാം സേഫാണ്. അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും മുമ്പോട്ട് വന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഡാമാണ് പരിഹാരമെന്ന് ഒറ്റമൂലി എന്ന് നമ്മൾ മുമ്പോട്ട് വെക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ പുതിയ കരാർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തമിഴിൽ നമ്മൾ 2 വഴിക്കായി. അതോടെ ചർച്ചകൾ അവസാനിച്ചു. അതിൽ നിന്ന് പിന്മാറിയിട്ട് അവർക്ക് വെള്ളമാണ് വേണ്ടത്, നമുക്ക് അവർക്ക് വെള്ളം കൊടുക്കാൻ തയ്യാറുമാണ്. ഡാമാണോ പരിഹാരം എന്നൊരു വിദഗ്ധൻ പറയട്ടെ. അത് ഒരു വഴി. രണ്ടാമത്തെ ഒരു വഴി എന്ന് പറയുന്നത്, നമുക്ക് സുപ്രീം കോടതിയിൽ നിരന്തരമായി ഇതിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ ഒരു സേഫ്റ്റി ഓഡിറ്റിംഗ് നടത്താൻ ഒരു ഏജൻസിയെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു ഏജൻസി വന്നിട്ട് ഈ ഡാം ബലമുള്ളതാണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഭയപ്പെടേണ്ടല്ലോ. തീർച്ചയായും സേഫ്റ്റി ഓഡിറ്റ് എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ചു. ഏറ്റവും പ്രധാനം നേരത്തെ ഇടുക്കി MP അത് ഒരു അടിയന്തര ആവശ്യമാണെന്ന് പറഞ്ഞു. പക്ഷേ റസൽ ജോയ്, നമ്മൾ ജനങ്ങളെ പേടിപ്പിക്കുക, ഇതിപ്പോൾ പൊട്ടിപ്പോകുമെന്ന് പറയുക എന്നുള്ളതിനപ്പുറത്ത് ഇതിനൊരു തൽസ്ഥിതി റിപ്പോർട്ട് ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. അതാണ് നിയമപരമായി നിലനിൽക്കുക. സുപ്രീം കോടതിയെയോ സെൻട്രൽ വാട്ടർ കമ്മീഷനെയോ ബോധിപ്പിക്കണമെങ്കിൽ ആ തരത്തിലുള്ള ആധികാരികമായ പഠനം ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകളെല്ലാം അങ്ങനെ കേരളത്തിലെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ഇതിൻ്റെ ബലം അല്ലെങ്കിൽ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി ഇത് പഠിക്കപ്പെടേണ്ടതാണ്. ഇത് സംബന്ധിച്ച് ഈ ആശങ്ക ദൂരീകരിക്കാൻ തക്കമുള്ള ഒരു നടപടി ഉണ്ടാവുക എന്നുള്ള പോയിന്റിലേക്കായിരിക്കില്ലേ ചർച്ച പോകുന്നത് നല്ലതാവുക? ഈ ചർച്ച തുടങ്ങിയിട്ട് 60 വർഷമായി. ഇപ്പോഴും ഡാം അവിടെ തന്നെ ഉണ്ട്. ഇവിടുത്തെ ഈ പ്രധാനപ്പെട്ട പ്രശ്നം വിവരമില്ലായ്മയാണ്, അറിവില്ലായ്മയാണ്. എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത് ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് ആണെന്നാണ്. ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് അല്ല. സീസ്മോളജിസ്റ്റുകൾ വേണം, ഹൈഡ്രോളജിസ്റ്റുകൾ വേണം, സിവിൽ എഞ്ചിനീയേഴ്സും വേണം, വേറെ ശാസ്ത്ര ശാഖകൾ പഠിച്ച ആളുകളും വേണം. അതിൻ്റെ ഒരു സമന്വയമാണ് ഡാം എഞ്ചിനീയറിംഗ്. എന്തിനാണ് വലിയ എഞ്ചിനീയറൊക്കെ ഉണ്ടായിട്ട് കനേഡിയൻ എഞ്ചിനീയേഴ്സിനെ കൊണ്ടുവന്ന് ഇടുക്കി ഡാം പണിതത്? നമ്മുടെ മേജർ ഡാംസ് എല്ലാം വിദേശ എഞ്ചിനീയേഴ്സാണ് പണിതിട്ടുള്ളത്. ഡാമിനെക്കുറിച്ച് മാത്രമല്ല, എന്തും ഇപ്പം 50 വർഷം മാത്രം ആയുസ് പ്രഖ്യാപിച്ച ഒരു ഡാം 130 അപ്പം ഒരു ഡാമിനെ സംബന്ധിച്ച് നേരത്തെ സംസാരിച്ച ആളുകളെല്ലാം പറഞ്ഞായിരുന്നു ഒരു വിദഗ്ധ റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞാൽ. ആരാണ് വിദഗ്ധൻ എന്ന് അറിയാൻ പാടില്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. ഇപ്പം ഈ ലോകത്ത് ഒരു സയൻസ് ഉണ്ട്, അതിൻ്റെ പേരാണ് റിലയബിലിറ്റി സയൻസ്. എന്തും എത്ര നാൾ റിലയബിൾ ആണ് എന്ന് പറയേണ്ടത് അവരാണ്. അത് നമുക്ക് അറിഞ്ഞുകൂടാ, ഭാരതത്തിലുള്ളവർക്ക് അറിഞ്ഞുകൂടാ, കേരളത്തിലുള്ളവർക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ നമ്മൾ റാഫേൽ എയർക്രാഫ്റ്റ് വാങ്ങുന്നുണ്ട് ഫ്രാൻസിൽ നിന്ന്. അത് ഇന്ത്യൻ എയർഫോഴ്സിന് എത്ര നാൾ റിലയബിൾ ആണ് എന്ന് പറയേണ്ടത് റിലയബിലിറ്റി സയൻസാണ്.
മനുഷ്യ ശരീരത്തിൽ വയ്ക്കുന്ന ആർട്ടിഫിഷ്യൽ ഓർഗൻസ്, ആർട്ടിഫിഷ്യൽ ഹാർട്ട് വരെ ഇപ്പോൾ വയ്ക്കുന്നുണ്ട്. അത് എത്ര നാൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ റിലയബിൾ ആണെന്ന് പറയേണ്ടത് റിലയബിലിറ്റി സയൻസാണ്. അതുപോലെ ഒരു ഡാം സ്ട്രക്ചർ, ഒരു സിമെൻറ്റ് സ്ട്രക്ചർ, ഒരു വണ്ടി, സകലതും എത്ര നാൾ, മൊബൈൽ ഫോൺ അടക്കം എന്ത് ഉപകരണം, എന്ത് എക്യുപ്മെൻ്റ് ആയാലും അത് എത്ര നാൾ റിലയബിൾ ആണെന്ന് പറയേണ്ടത് റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകളാണ്. നമ്മുടെ ഡാം മുല്ലപ്പെരിയാർ ഡാം സീസ്മിക് സോണിലായിരിക്കുന്നത്. അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിലേക്ക് കേരളം മാറിക്കഴിഞ്ഞു. അല്ല, എനിക്ക് അതിൽ ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. താങ്കൾ ചില യൂട്യൂബ് വീഡിയോകളിലും ഇത് പറയുന്നുണ്ടായിരുന്നു. കേരളം സോൺ 3-ലാണ്, അതായത് അതിതീവ്ര ഭൂകമ്പങ്ങൾക്ക് സാധ്യത ഇല്ലാത്ത സ്ഥലമാണ് കേരളം. എന്താ പറയുക, സോൺ 5, സോൺ 4 പോലെയുള്ള പ്രദേശങ്ങളിലാണ് അതിതീവ്ര ഭൂകമ്പങ്ങൾ ഉണ്ടാവുക. ഇന്ത്യയിൽ അങ്ങനെ തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടാവുന്ന സ്ഥലമായിട്ട് കേരളത്തെ ഒരു സ്റ്റഡി വേണ്ടതില്ലെന്ന് മാത്രമല്ല, പാർലമെന്റിൽ സർക്കാർ വ്യക്തമാക്കിയ ഒരു കാര്യം ഇന്ത്യൻ എക്സ്പ്രസ് അക്കാലത്ത് റിപ്പോർട്ട് ചെയ്തതാണ്. കേരള കണ്ടിന്യൂസ് ടു ബി ഇൻ ദ മോസ്റ്റ് എർത്ത്ക്വേക്ക് ഫ്രീ സോൺ കമ്പയർഡ് ടു അതർ സതേൺ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. എ റിപ്പോർട്ട് സബ്മിറ്റഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ഇൻ പാർലമെന്റ് ഹാസ് റിവീൽഡ് ദാറ്റ് നോ മേജർ ട്രമേഴ്സ് were reported in Kerala during this 3-year period. അപ്പോൾ കേരളം റിലേറ്റീവ്ലി ട്രമർ ഫ്രീ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭൂകമ്പ സാധ്യത കുറവുള്ള സ്ഥലമാണ് എന്നുള്ളതാണ് നമ്മുടെ എല്ലാ റെക്കോർഡ്സും. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെ റെക്കോർഡ്സ് ഇതാണ്, പാർലമെന്റിനെ അറിയിച്ചിട്ടുള്ളത് ഇതാണ്. കേരളം സോൺ 3-ൽ പെടുന്ന പ്രദേശമാണെന്നിരിക്കെ ഇവിടെ ഇപ്പോൾ ഭൂകമ്പം വരും, ഇത് സീസ്മിക് സോണാണ് എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ജനങ്ങളെ പേടിപ്പിക്കുന്നത്? ഉള്ളത് പറഞ്ഞാൽ പോരെ? ഒന്നാം സോണിലായിരുന്നു മഹാരാഷ്ട്രയിലെ ലാത്തൂർ. നമ്മൾ 3-ാം സോണിലാണ്. 3-ാം സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം സോണിനേക്കാളും ഭൂകമ്പ സാധ്യത കുറഞ്ഞ മേഖലയാണ്. അത് സമ്മതിക്കാമോ? ഞാൻ ചോദിച്ചത് സമ്മതിക്കാമോ? അല്ല, കേരളം എന്ന് പറയുന്ന പ്രദേശം കേരളം സോൺ 3-ആണ്. അത് സമ്മതിച്ചല്ലോ. മഹാരാഷ്ട്രയിലെ ലാത്തൂർ 1-ാം സ്ഥാനത്ത്, ഫസ്റ്റ് സോണിലായിരുന്നു. അതറിയാമെങ്കിൽ അറിയാമെന്ന് പറ. അല്ല, അതെനിക്കറിയില്ല, ഞാൻ അത് അന്വേഷിക്കാം. പക്ഷേ ഇപ്പൊ താങ്കൾ പറഞ്ഞു കേരളം സീസ്മിക് സോണിലാണ് എന്ന്. ശരി, സീസ്മിക് സോണിലാണ് കേരളം എന്ന് പറയാൻ താങ്കൾ ആധാരമാക്കുന്ന വസ്തുത എന്താണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. നമ്മുടെ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെയും നമ്മുടെ സർക്കാരിന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള, കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പഠനങ്ങളും, എല്ലാ റെക്കോർഡുകളും കേരളം സീസ്മിക് സോണിലല്ല എന്നാണ് എന്നിരിക്കെ താങ്കൾ ഒരു അഭിഭാഷകനാണ്. അപ്പൊ താങ്കളുടെ കയ്യിൽ കേരളം സീസ്മിക് സോണിലാണെന്ന് പറയാനുള്ള റെക്കോർഡ് എന്താണ്, തെളിവ് എന്താണ്, അതിനെ താങ്കൾ ആധാരമാക്കുന്ന വസ്തുത എന്താണെന്നാണ് എനിക്ക് അറിയേണ്ടത്. അതാണ് നേരെ കാണുന്നതിന് തെളിവ് ഉണ്ടല്ലോ. എന്ത് കണ്ടു? നമ്മൾ ഡയറക്ട്ലി നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതിന് എന്തിനാണ് തെളിവ്? മഹാരാഷ്ട്രയിലെ ലാത്തൂർ 1-ാം സോണിലും കേരളം 3-ാം സോണിലുമാണ്. അതായത് 3-ാം സോണിൽ 1-ാം സോണിൻ്റെ അത്രയും ഭൂകമ്പ സാധ്യത മഹാരാഷ്ട്രയിലെ മൂന്നരട്ടി ഭൂകമ്പ സാധ്യതയുള്ളതാണ് കേരളം. 1-ാം സോണിലുള്ള മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ 6.1 വരുന്ന ഭൂകമ്പം ഉണ്ടായെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്താവുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പാണ്ഡിത്യമൊന്നും വേണ്ട, ഒരു പാണ്ഡിത്യവും വേണ്ട. അല്ല, അവിടെ നമുക്കിപ്പോ ഒരു കാര്യം പറയുമ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തെളിവുകളുടെ പിൻബലം, നമ്മുടെ ഒരു വാദത്തിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും രേഖകളുടെ, തെളിവുകളുടെ ഒക്കെ പിൻബലം ആവശ്യമില്ലേ? കേരളം തീവ്ര ഭൂകമ്പ സാധ്യത മേഖലയാണ് എന്ന് താങ്കൾ വാദിക്കാൻ താങ്കൾ ആധാരമാക്കുന്ന ഏതെങ്കിലും പഠനം, ഏതെങ്കിലും ജിയോളജിസ്റ്റുകളുടെ, സിസ്മോളജിസ്റ്റുകളുടെ പഠനമോ അതിന്റെ സൂചനയോ അതിന്റെ എന്തെങ്കിലും കാര്യമോ ഉണ്ടെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യാം. ഞാൻ താങ്കളുടെ വാദം ഈ കേരളത്തിൽ ഭൂകമ്പമേ ഉണ്ടാവില്ല എന്ന അർത്ഥത്തിലൊന്നുമല്ല വാദിക്കുന്നത്. പക്ഷെ അവൈലബിൾ ആയിട്ടുള്ള റെക്കോർഡിൽ അങ്ങനെയില്ല. അതാണ് എന്റെ പ്രശ്നം. റെക്കോർഡ് ഞാൻ പറയാം. റെക്കോർഡ് എനിക്ക് ഇഷ്ടംപോലെ റെക്കോർഡ്സ് ഉണ്ട്, അത് പറയാം. പക്ഷെ ഞാൻ നേരെ കാണുന്ന ഒരു കാര്യം താങ്കൾ സമ്മതിക്കുന്നില്ലല്ലോ. അല്ല, മഹാരാഷ്ട്രയിലെ ഭയങ്കരമായ ഭൂകമ്പം താങ്കൾ സമ്മതിക്കുന്നില്ലല്ലോ. 1-ാം സോൺ, അല്ല, മഹാരാഷ്ട്രയിലെ ലത്തൂരിൽ വലിയ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. 1-ാം സോണിലാണ്. കേരളം, എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, താങ്കൾ കേരളം സീസ്മിക് സോണിലാണ് എന്ന് പറയാൻ ആധാരമാക്കുന്ന റെക്കോർഡ് അല്ലെങ്കിൽ വസ്തുത അല്ലെങ്കിൽ തെളിവ് ഇതെന്താണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അത് ഞാൻ അങ്ങോട്ട് വരാം. ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ട് വേണ്ട അങ്ങോട്ട് പോകാനായിട്ട്. മഹാരാഷ്ട്രയിലെ ലാത്തൂര്, മഹാരാഷ്ട്രയിലെ ലത്തൂരിൽ വലിയ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഭൂകമ്പ സാധ്യതയുള്ള 3-ാം സ്ഥാനത്തുമാണ്. അവിടെ വലിയ ഭൂകമ്പം ഉണ്ടായി, അത് സമ്മതിക്കണം. അതായത് നമ്മൾ നേരെ കണ്ട കാര്യങ്ങൾ സമ്മതിക്കണം. അതുകൊണ്ട് 1-ാം സ്ഥാനത്ത് ഒട്ടും ഭൂകമ്പ സാധ്യതയില്ലാത്ത മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ 6.1 വരുന്ന ഭൂകമ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ 3-ാം സ്ഥാനത്തുള്ള കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും?
ഇനി താങ്കൾ ചോദിച്ച റെക്കോർഡ്സ് ഇല്ലേ, റെക്കോർഡ്സ് കേരളം അതിതീവ്ര ഭൂകമ്പ സാധ്യതയാണെന്ന് ഉള്ള സ്ഥലമാണെന്ന് മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടിലുണ്ട്. കേരളത്തിലെ 30 വർഷം കഴിഞ്ഞ എല്ലാ ഡാംസും ഡീകമ്മീഷൻ ചെയ്യണമെന്ന് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞിട്ടുണ്ട്. ഡാം ഇൻഡ്യൂസ്ഡ് എർത്ത് എന്ന് പറഞ്ഞാൽ ഡാം ഉണ്ടാക്കി വെച്ചാൽ എർത്ത് ഉണ്ടാവും. ഇവിടെ ഒരു ഡാം അല്ലല്ലോ, ഇവിടെ 84 ഡാംസ് ഉണ്ട്. ഇപ്പോൾ 9 ഡാംസ് പണിതുകൊണ്ടിരിക്കുന്നു എന്നാണ് എൻ്റെ അറിവ്. ഭൂമിയുടെ അടിത്തറ ഇളക്കാനായിട്ട് ഡാംസുകൾക്ക് കഴിയും. കാരണം ഈ വാട്ടർ പ്രഷർ, ഇത് മുല്ലപ്പെരിയാർ ഡാം എന്ന് വെച്ചാൽ 64 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നു. താങ്കൾ എന്താ വിചാരിച്ചേ, ഒരു പ്രഷറും അതിനില്ലേ? ഇടുക്കി 65 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നു. ഇത് ഇങ്ങനെ 84 ഡാംസ് ഉണ്ടാക്കി വെക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് താങ്കൾ പറയുന്നത്. കേരളം 38,861 സ്ക്വയർ കിലോമീറ്റർ സ്ഥലമുള്ളൂ എന്ന് താങ്കൾ മനസ്സിലാക്കണം. തമിഴ്നാടിൻ്റെ നമ്മൾ വെള്ളം കൊടുക്കുന്ന 5 ജില്ലകളിലെ 2 ജില്ല ചേർത്ത് വെച്ചാൽ കേരളമായി. ഇവിടുത്തെ പരിസ്ഥിതി മൊത്തം തകർത്തിരിക്കുന്നു. 5000-ഓളം കോറികൾക്ക് പെർമിറ്റ് കൊടുത്തു എന്നാണ് എൻ്റെ അറിവ്. അതിൽ പരിസ്ഥിതി പ്രത്യാഘാതങ്ങളുണ്ട്. എന്തായാലും മഹാരാഷ്ട്ര സോൺ 1-ലാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ പറയാം. സിൻസ് ദ കറന്റ് ഡിവിഷൻ ഓഫ് ഇന്ത്യ ഇൻടു എർത്ത് ഹസാർഡസ് സോൺ ഡസ് നോട്ട് യൂസ് സോൺ 1, നോ ഏരിയ ഓഫ് ഇന്ത്യ ഈസ് ക്ലാസിഫൈഡ് ആസ് സോൺ 1. സോൺ 1 എന്ന ഇന്ത്യയിലെ ഒരു ഏരിയയും ക്ലാസിഫൈ ചെയ്തിട്ടില്ല എന്നാണ് റെക്കോർഡ്സ് പറയുന്നത്. ശ്രീ സജി മാർക്കോസ്, ഇവിടെ ഇപ്പോൾ ഒന്ന് ഭൂകമ്പം എന്ന് പറയുന്നത് എവിടെയും വരാവുന്ന ഒരു കാര്യമാണ്. കേരളം റിലേറ്റീവ്ലി ട്രമർ ഫ്രീ ആണെന്ന് പറയാമെങ്കിലും നാളെ ഒരു ഭൂകമ്പം ഉണ്ടായിക്കൂടാ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. മുല്ലപ്പെരിയാർ എന്നല്ല, ഇടുക്കി അണക്കെട്ട് പോലും ഭൂകമ്പത്തെ അതിജീവിക്കില്ല എന്നുള്ളത്, വലിയ ഭൂകമ്പത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6 പോയിന്റിന് മുകളിൽ റൂർക്കി IIT-യുടെ പഠനമുണ്ടല്ലോ, റിക്ടർ സ്കെയിലിൽ 6-ന് മുകളിലുള്ള ഭൂകമ്പത്തെ അതിജീവിക്കാൻ ഉള്ള ശേഷിയൊന്നും ഇത്തരത്തിലുള്ള മനുഷ്യനിർമ്മിതിക്കില്ല എന്നുള്ള നിലയിൽ നമ്മൾ അതിനെ കണ്ടാൽ അവിടെയും ഒരു ശ്രദ്ധ ആവശ്യമില്ലേ? ഇതൊരു വലിയ പ്രശ്നമാണ് അഭിലാഷ്. കാരണം ഒന്ന്, നമുക്ക് ഭൂകമ്പം കൃത്യമായി പ്രവചിക്കാനായിട്ടില്ല ഇന്ന് വരെയും. ശാസ്ത്രം അത്രയും വളർന്നിട്ടില്ല. നമ്മുടെ കയ്യിൽ ഇപ്പോ കഴിഞ്ഞു പോയ ഭൂകമ്പങ്ങളെ കുറിച്ചും അതിനുള്ള ഡേറ്റാസ് മാത്രമേ ഉള്ളൂ. 1-ാം സോണിൽ പോലും, ഇപ്പൊ 1-ാം സോൺ ഇന്ത്യയിൽ അങ്ങനെ ഒരു സോണായി തിരിക്കുന്നില്ലെങ്കിലും അവിടെയാണ് ലാത്തൂർ തന്നെ ഇരിക്കട്ടെ, അവിടെ ഈ ഭൂകമ്പം ഉണ്ടായി, ഇത്രയും വലിയൊരു ഭൂകമ്പം ഉണ്ടായി എന്നുള്ളത് അതും ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ സാധ്യത ബാക്കി എല്ലാ സ്ഥലത്തും ഇല്ലേ? ഇടുക്കി ഡാമിലില്ലേ? ചെറുതോണി ഡാമിലില്ലേ? ഇടമലയാർ ഡാമിലില്ലേ? ഇന്ത്യയിൽ എല്ലായിടത്തും ഇല്ലേ? അങ്ങനെ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണ് നമ്മുടെ തന്നെയല്ല, അങ്ങനെ ഒരു ക്രമാനുഗതമായി ഭൂകമ്പം വർദ്ധിച്ചു വരുന്നുവെന്ന് നമ്മുടെ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇന്ന് വരെ ഒരു രേഖയും ഇറക്കിയിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ ജനങ്ങളുടെ ഇടയിലേക്ക് വിട്ടിട്ട് അങ്ങേയറ്റം ഭയജഗതരായിരിക്കുന്ന മനുഷ്യരെ, ക്ഷമിക്കണം, ഭയന്നിരിക്കുന്ന മനുഷ്യരെ നമ്മൾ വീണ്ടും ഭയപ്പെടുത്തുകയല്ല വേണ്ടത്. നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ സമാധാനം കാണാൻ പറ്റുന്നുണ്ടോ? കാണാം, പറഞ്ഞോളൂ. എന്റെ ക്യാമറ തറപ്പായിരുന്നു. ഓക്കെ. അപ്പം ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ അതിനൊരു ആധികാരികത ഉണ്ടായിരിക്കുക, അതിന് ഏതെങ്കിലും ഒരു ഏജൻസിയുടെ റിപ്പോർട്ട് ഉണ്ടായിരിക്കുക. ഇപ്പോ എനിക്ക് കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഈ അഭിഭാഷകൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹത്തിൽ പറയുന്ന പല ഇത് ഞാൻ കണ്ടു, പല വീഡിയോകളും കണ്ടു. അതിനകത്തൊന്ന് പറഞ്ഞത് 2011 2 റിക്ടർ സ്കെയിലിൽ ഉണ്ടായിരുന്നത് ഇപ്പോ 3.4 അവസാനിച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ ഈ ഭൂകമ്പം ഉണ്ടാകുന്ന ഇങ്ങനെ വെള്ളം ചൂടായി വരുന്നത് പോലെ കൂടി വരുന്ന സംഭവമുണ്ട്. അങ്ങനെ ഒരു രേഖയുമില്ല. അങ്ങനെയല്ല ഭൂകമ്പം ഉണ്ടാകുന്നത്. ഭൂകമ്പം ഉണ്ടാകുന്നത് കൂടി വരികയാണെന്നും ഈ ഡാമുകൾ മൂലം ഡാം ഇൻഡ്യൂസ്ഡ് അങ്ങനെ അതാണ് എനിക്ക് അഭിലാഷ് ചോദിച്ചാൽ അതേ ചോദിക്കാനുള്ളത്. എന്ത് രേഖയാണുള്ളത്? ആധികാരികമായ എന്ത് രേഖയാണുള്ളത്? ഏത് സ്ഥാപനമാണ് അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കണം? അപ്പൊ നമ്മളൊരു ഇൻഫർമേഷൻ പുറത്തു വിടുമ്പോൾ, പ്രത്യേകിച്ച് ഇതുപോലെ ഭയപ്പെട്ടിരിക്കുന്ന മനുഷ്യരോട് കൃത്യമാ, ഞാനിപ്പോ നിർത്താം ഫാദർ. അപ്പോ അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ പുറത്തു വിടുമ്പോൾ നമ്മൾ കൃത്യമായ ആധികാരികമായ ഒരു രേഖ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, അതിനൊരു പഠനം ഉണ്ടാവണം, അതിന് നടന്ന ഏജൻസികൾ നമുക്കുണ്ട്. അതൊന്നുമില്ലാതെ ഇത്തരം വാർത്തകളെ ഭൂകമ്പം കൂടി വരുന്നു, 85 ഡാമുകൾ ഉള്ളതുകൊണ്ട് അത് ഇൻഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ഭൂകമ്പം ഉണ്ടാകുന്നു. ലാത്തൂരിൽ ഉണ്ടായ പോലെ ഭൂകമ്പം ഇന്ത്യയിൽ എവിടെ ഉണ്ടാകാം? സോൺ 1-ലുണ്ടാവാം, 2-ലുണ്ടാവും, 3-ലുണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ എല്ലാ സ്ട്രക്ചറുകളും പൊളിച്ചു കളയേണ്ടി വരില്ലേ? നമ്മുടെ പട്ടണങ്ങൾ വല്ലതും നിലനിൽക്കുവോ? അപ്പൊ അങ്ങനെ ഒരു ഭീതിപ്പെടുത്തലല്ല വേണ്ടത്. നമ്മൾ കുറച്ചുകൂടി പ്രായോഗികമായ രീതിയിലാണ് ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ. ജനങ്ങളുടെ ഭീതി വളരെ പ്രധാനപ്പെട്ടതാണ്. ശരി, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഫാദർ ജോയ് നിരപ്പേൽ, നമ്മൾ മുൻകാലങ്ങളിലും ഒരു 10 വർഷം മുമ്പ് ഇതുപോലെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ മുല്ലപ്പെരിയാർ കേസ് 2013-14 കാലങ്ങളിലൊക്കെ നടക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ചൊരു പ്രതീക്ഷയുണ്ടായിരുന്നു.
പ്രതീക്ഷ എന്ന് പറയുന്നത് കുറെ കൂടി സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ ഈ മുല്ലപ്പെരിയാറിന്റെ ഡൗൺ സ്ട്രീമിലുള്ള ആളുകൾക്ക് താമസിക്കാൻ കഴിയും, ആ ഒരു സാഹചര്യം ഒരുങ്ങുമെന്നുള്ളതായിരുന്നു. പക്ഷേ സുപ്രീം കോടതിയുടെ എംപവേർഡ് സമിതിയോ ഒന്നും ഈ ആശങ്കയല്ല, മറിച്ച് സയന്റിഫിക്കലി ഈ ഡാം സ്ട്രോങ് ആണ് എന്നൊരു പൊസിഷനിലേക്കാണ് എത്തിയത്. അതുകൊണ്ടാണ് തമിഴ്നാടിന് ജലനിരപ്പ് ഉയർത്താനുള്ള അവസരം കൊടുത്തതും. ഇപ്പോഴും നമ്മൾ ആ വിഷയം തന്നെ ചർച്ച ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു സേഫ്റ്റി ഓഡിറ്റ് വേണം എന്നൊരു ആവശ്യത്തിൽ കവിഞ്ഞുള്ള എന്തെങ്കിലും ആവശ്യം നിവർത്തിച്ച് കിട്ടാൻ സാധ്യതയുണ്ടോ? നമ്മൾ നിയമ വഴിയിലല്ലാതെ ഇപ്പോൾ മനുഷ്യർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഭൂകമ്പത്തെക്കുറിച്ച് പറഞ്ഞു, സയൻറ്റിഫിക് സ്റ്റഡി പഠനമുണ്ട്. IIT റൂർക്കിയുടെ, IIT ഡൽഹിയുടെ പഠനം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദഗ്ധ സമിതിയാണ്, ലോകം മുഴുവൻ അംഗീകരിച്ച സമിതിയാണ്. കേരള ഗവൺമെൻറ് അവരെ നിയമിച്ചിട്ട് അവരുടെ പഠനമുണ്ട്. ഈ മുല്ലപ്പെരിയാർ ഇരിക്കുന്ന പ്രദേശം ഒരു ഭ്രംശ മേഖലയിലാണ്. റിക്ടർ സ്കെയിലിൽ 6.5 വരെ ഭൂചലനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമായിട്ട് ഇവര് പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ട് അത് പറയുമ്പോൾ ഒരു പ്രശ്നം ഫാദർ, കഴിഞ്ഞ കേസിൽ സുപ്രീം കോടതിയുടെ മുമ്പിൽ കഴിഞ്ഞ കേസിൽ ഏറ്റവും സ്ട്രോങ് ആയി കേരളം ആർഗ്യൂ ചെയ്ത ഒരു പൊസിഷൻ റൂർക്കി IITയുടെ പഠനമായിരുന്നു. ഈ റൂർക്കി IITയുടെ പഠനവും ഈ ഡൽഹി IITയുടെ പഠനവും സുപ്രീം കോടതിയിൽ നമ്മൾ വാദിച്ചു. KT തോമസിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നല്ലോ, എഞ്ചിനീയർമാരും നേരത്തെ പറഞ്ഞ ശാസ്ത്രജ്ഞരും ഒക്കെ അടങ്ങിയ കമ്മിറ്റിയുടെ മുൻപാകെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. ഇത് പുതിയ ഒരു ഡോക്യുമെന്റ് അല്ല. 6ന് മുകളിലുള്ള ഒരു ഭൂകമ്പം ഈ ഡാമിനെ തകർത്തേക്കാമെന്ന് റൂർക്കി IIT പറയുന്നു. കേരളം നിയോഗിച്ച പഠന സമിതിയായിരുന്നു. പക്ഷെ ആ റിപ്പോർട്ട് ഉണ്ടായിട്ട് അത് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ മുമ്പിൽ ഒരു റൗണ്ട് സവിസ്തരമായ പഠനത്തിന് വിധേയമായതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പൊസിഷനിൽ നിന്ന് അതേ കാര്യം വീണ്ടും പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, അല്ലെങ്കിൽ സെൻട്രൽ വാട്ടർ കമ്മീഷനിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? സുപ്രീം കോടതി സ്വീകരിക്കാതിരിക്കാൻ കാരണം അവരാവശ്യപ്പെടാതെ, എംപവർ കമ്മിറ്റി ആവശ്യപ്പെടാതെ നമ്മൾ നിയമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട്ടിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ പഠനമാണ്, വെറും വില കുറഞ്ഞ പഠനമാണ് അവർ സ്വീകരിച്ചത്. അതുപോലെ തന്നെ എന്തുകൊണ്ട് കേരളം പരാജയപ്പെടുന്നു? നമുക്കറിയാം, സുപ്രീം കോടതി എപ്പോഴും അതിൻ്റെ തെളിവുകളാണ് എടുക്കുന്നത്. ഇപ്പോൾ എംപവർ കമ്മിറ്റി അതിൻ്റെ ചെയർമാൻ ജസ്റ്റിസ് ആനന്ദിനെ സുപ്രീം കോടതി നിയമിച്ചു. എന്നിട്ട് 2 സംസ്ഥാനങ്ങളോടും പറഞ്ഞു, നിങ്ങളുടെ ആളുകളെ നിങ്ങൾ നിയമിക്കുക. നമ്മൾ ജസ്റ്റിസ് KT തോമസിനെ നിയമിച്ച് അവർ ജസ്റ്റിസ് ലക്ഷ്മണ. പക്ഷേ നാം നിയമിച്ച KT തോമസ് നമുക്ക് വേണ്ടി വാദിക്കേണ്ടിയിരുന്ന KT തോമസ് നമുക്ക് എതിരായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ കേരളത്തിൻ്റെ ആളല്ല. ഈ കഴിഞ്ഞ ദിവസവും നിയമിച്ച പ്രേമചന്ദ്രൻ പറഞ്ഞു, അദ്ദേഹം നമ്മളെ വഞ്ചിച്ചു. കേരളത്തിന് ആ ഒരു അവസ്ഥയാണ് പലപ്പോഴും നമുക്കുണ്ട്. അതുകൊണ്ട് ഈ വിധികളൊക്കെ നമുക്ക് പലപ്പോഴും എതിരായിട്ട് തീരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അറ്റോർണി ജനറൽ ഹൈക്കോർട്ടിൽ പറഞ്ഞു, ഇവിടെ ആകെ ഇടുക്കിക്കും മുല്ലപ്പെരിയാറിലാകെ ദണ്ഡപാണി 450 വീട്ടുകാരുകൾ മുഴുവനും വനമാണ്. അതുപോലെ എന്തെങ്കിലും സംഭവിച്ച് ഇടുക്കി ഡാം താങ്ങിക്കൊള്ളും. 8 മണിക്കൂറെടുക്കും ഇവിടെ എത്താം. ആ സമയത്ത് ആളുകളൊക്കെ തമിഴ്നാട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാ. അപ്പം അങ്ങനെ നമ്മൾ വ്യക്തമായ തെളിവുകൾ കൊടുക്കാത്തൊരു പേരിലാണ് പലപ്പോഴും നമ്മൾ ഈ പരാജയപ്പെടുന്നത്. അതുകൊണ്ട് വ്യക്തമായ തെളിവുകൾ നമ്മൾ കൊടുക്കുക. അതുപോലെ ഇപ്പോഴത്തെ പുതിയ സംഭവ വികാസങ്ങൾ നമുക്കറിയാം. ഈ ഡാം വീക്കോ അല്ലയോ ഒന്നും പറയേണ്ട കാര്യം. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാനം, വയനാട്ടിൽ സംഭവിച്ച കാര്യം, ഇതുപോലെ മേഘവിസ്ഫോടനം എല്ലായിടത്തും നടക്കുന്നു. ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ എത്രയും വേഗം പുതിയ ഡാം നിർമ്മിച്ച് അതിന് പരിഹാരം കാണുക. നാം ആരും തമിഴ്നാട് എതിരില്ല. നമ്മുടെ മുദ്രാവാക്യം ആദ്യം ഞങ്ങളായി മുദ്രാവാക്യം മുല്ലപ്രഥമരി തമിഴ്നാട് ജലം നമുക്ക് സുരക്ഷ. അതുകൊണ്ട് ഒരു മേശയ്ക്ക് ചുറ്റും ഒന്നിച്ചിരുന്ന് ഇതിന് എത്രയും വേഗം പരിഹാരം കാണുക, ജനങ്ങളുടെ ഭീതി അകറ്റുക. നമുക്കറിയാം, ഭയപ്പാടോടെ ജീവിക്കുക, ഭയമില്ലാതെ ജീവിക്കുക എന്നുള്ളത് ജനങ്ങളുടെ മൗലിക അവകാശമാണ്. അത് വർഷങ്ങളായിട്ട് ഹനിക്കപ്പെടുന്നു. അതിന് പരിഹാരം ഉണ്ടാകണം. ശരി, അതാണ് ശ്രീ K. അരുൺകുമാർ ഒരു പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങളെ സംബന്ധിച്ച് ജീവിക്കാനുള്ള അവകാശം മൗലിക അവകാശമാണ്. ആർട്ടിക്കിൾ 21-ന്റെ പരിരക്ഷ ഉള്ളവരാണ് ഇടുക്കിക്കാരും ഈ ഇതിന്റെ താഴ്വാരത്തുള്ള എല്ലാ ജനങ്ങളും. പക്ഷെ അവർക്ക് ഇതുപോലെയുള്ള സ്വാഭാവിക ജീവിതം സാധ്യമാവുന്നില്ല.
UDF സർക്കാരിലെ മന്ത്രി എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ടിപ്പോൾ ഒരു പതിറ്റാണ്ട് പിന്നിട്ടു. ഇപ്പോഴും ഈ പറഞ്ഞ ഉറങ്ങാൻ കഴിയാത്ത പ്രശ്നം ആ ജനങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ അതിന് നിവൃത്തി വരുത്തുക എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് സെൻട്രലിന്റെ കോർട്ടിലാണ്, അത് തമിഴ്നാടിന്റെ കോർട്ടിലാണ്, ഞങ്ങളുടേതല്ല. ഇമാതിരി കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ജനങ്ങളോട് പോയി പറയാൻ പറ്റില്ലല്ലോ. അഭിലാഷേ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരോ ഇത് കേട്ട് നിൽക്കുന്ന മലയാളികളാരും സംവിധാനത്തിൽ ബാധിക്കുന്നവരല്ല. നമ്മളെല്ലാവരും നമ്മളുടെ എല്ലാവരുടെയും ആവശ്യം പുതിയ ഡാം വേണമെന്ന് തന്നെയാണ്. അത് എത്രയും പെട്ടെന്ന് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതിനുവേണ്ടി വാദിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇപ്പോൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വന്നതിൽ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്ന് ആദ്യം താങ്കൾ ചോദിച്ചു. ആ ചോദ്യമാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ പ്രശ്നം നമ്മളെല്ലാം ഹൃദയം തകർന്ന വേദനയിലാണ്. അതിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി ചില യൂട്യൂബർമാരും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഇത്തരത്തിലൊരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നു. അത്തരത്തിലൊരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയ അനുകൂല സാഹചര്യമാണോ ഇപ്പോ എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം. ഇപ്പൊ നമ്മൾ ആദ്യം ബഹുമാനപ്പെട്ട ഇടുക്കി MP പറഞ്ഞു, ഞാനും സൂചിപ്പിച്ചു, സുപ്രീം കോടതിയുടെ അന്തിമ വിധി വന്ന് മുന്നോട്ട് പോകുന്നു. ആ വിധിയുടെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാൻ പരിമിതികളുണ്ട്. ബഹുമാനപ്പെട്ട MP ചോദിച്ചത് 2014 സുപ്രീം കോടതിയുടെ അന്തിമ വിധി, കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന്റെ വിധി വന്നതിന് ശേഷം കേരളം എന്തു ചെയ്തു എന്ന്. കേരളം ചെയ്ത കാര്യം ആ സുപ്രീം കോടതി വിധി അനുസരിച്ചു എന്നതാണ്. അതിന്റെ ഭാഗമായി ഈ ഡാം ശക്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യാവുന്ന മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു. ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പിറ്റേ മാസമോ പിറ്റേ വർഷമോ ഒരു സംസ്ഥാന ഗവൺമെന്റിന് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന്റെ വിധിക്കെതിരെ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാൻ കഴിയില്ല. അദ്ദേഹം വീണ്ടും ചോദിച്ചു, കേരള ഗവൺമെന്റ് ചെന്നില്ലല്ലോ, മറ്റു പലരും ചെന്നപ്പോഴല്ലേ 142 അടിയിൽ നിന്ന് 139 അടിയായി കുറച്ചത് എന്ന രൂപത്തിൽ. അതൊരു ഇടക്കാല ഉത്തരവാണ്. കുറച്ച് കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായി ഒരു നിർദ്ദേശമാണ് 139 അടി. ഈ ശക്തിപ്പെടുത്തതിന് ശേഷം 152 അടിയായിക്ക് വരെ ഇത് ഉയർത്താൻ വേണ്ടി പിന്നീട് ഒരു ഘട്ടത്തിൽ കോടതിയെ സമീപിക്കാം എന്നാണ് 2014 വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണമായും നമുക്കെതിരായിട്ടുള്ള ഒരു വിധിയാണ്. ആ വിധി നിൽക്കുമ്പോൾ, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം നിലനിൽക്കുമ്പോൾ 2021 ഒരു കേന്ദ്ര നിയമം വരികയാണ്. ആ നിയമത്തിന്റെ ഭാഗമായി ഇടപെടാൻ കഴിയുന്നത് നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ്. MP-മാർക്ക് കൃത്യമായി പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കാമല്ലോ. അദ്ദേഹം ഇപ്പോൾ ഉന്നയിച്ചു. 2019 മുതൽ ഇതേപോലെ 18 MP-മാർ ഇന്ത്യൻ പാർലമെന്റിൽ ഇതേ പ്രസ്ഥാനത്തിനുണ്ടായിരുന്നല്ലോ. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്. നമുക്ക് ഈ സുപ്രീം കോടതി വിധിയെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ എന്താണ് എന്ന് ഏറ്റവും ഗൗരവത്തോടെ നമുക്ക് ചർച്ച ചെയ്യണം. അതിശക്തമായിട്ടുള്ള പ്രതിഷേധം, ജനങ്ങളുടെ ആശങ്ക, അത് കേന്ദ്ര ഗവൺമെന്റിനെയും സുപ്രീം കോടതിയെയും നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയണം. നമ്മുടെ കയ്യിൽ റുർക്കി IIT-യുടെ ഒരു പഠനം മാത്രമേ ഉള്ളൂ. ഇവിടെ മറ്റു പലരും പറഞ്ഞു. പക്ഷേ സുപ്രീം കോടതി നിയോഗിച്ച ഏറ്റവും ഉന്നത സമിതിയും മറ്റ് സമിതികളെല്ലാം നമുക്കെതിരായിട്ടാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ IIT-യുടെ പഠനം വച്ചുകൊണ്ട് മാത്രം നമുക്ക് സുപ്രീം കോടതിയുടെ കണ്ണു തുറപ്പിക്കാൻ കഴിയുമോ? കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് കൂടുതൽ ചൊലുത്താൻ കഴിയുമോ എന്ന പ്രശ്നം നമുക്ക് കൂട്ടായിട്ട് ചർച്ച ചെയ്യാം. നമുക്കെല്ലാം ഡാം പുതിയത് വേണം. നമുക്ക് നമ്മുടെ സുരക്ഷയാണ് പ്രധാനം. ഈ 5 ജില്ലകൾ ആശങ്കയിൽ തന്നെയാണ്. ആ ജനങ്ങളുടെ ആശങ്ക ഒപ്പം തന്നെയാണ് ഗവൺമെന്റ്. അതോടൊപ്പം തന്നെ മറ്റൊരു സംസ്ഥാനത്തേക്കുള്ള കരാറ്, അവരുടെ ജലം എന്നുള്ള ആവശ്യവും പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കൂട്ടായിട്ടുള്ള ചർച്ചകൾ ഉയർന്നു വരട്ടെ. അത് ജനങ്ങളെ ആശങ്കപ്പെടുത്തിക്കൊണ്ടാകരുത്, പ്രത്യേകിച്ച് ഭയത്തിന്റേതായിട്ടുള്ള അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ നമുക്ക് ഇടപെടണം. ശരി, ശ്രീ റസൽ ജോയ്, താങ്കളിലേക്കാണ്. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡൽഹിയിൽ നിന്ന് ജോൺ ബ്രിട്ടാസ് MP അയച്ച ഒരു മെസ്സേജ്. അദ്ദേഹം പറയുന്നത് ഡൽഹി സോൺ 4-ലാണ്. അവിടെ 5-നും 6-നും ഇടയ്ക്കുള്ള മാഗ്നിറ്റ്യൂഡിലുള്ള ഭൂകമ്പം ഉണ്ടാവാറുണ്ട്. അവിടെയാണ് വലിയ കെട്ടിടങ്ങൾ, സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് അടക്കം വരുന്നത്. നമ്മുടേത് കേരളം സോൺ 3-ൽ പെടുന്ന ഒരു സംസ്ഥാനമാണ്. പോട്ടെ, ഇനിയിപ്പോൾ ഈ സോണിൻ്റെ ക്ലാസിഫിക്കേഷനും മറ്റുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ ഒഴിവാക്കിയാലും ഒരു ഭൂകമ്പം വന്നാൽ അത് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല. ഇടുക്കി അണക്കെട്ടടക്കം നമ്മുടെ സകല നിർമ്മിതികളും, ഇപ്പോൾ റൂർക്കി IIT-യുടെ സൂചന അനുസരിച്ചുള്ള ഇപ്പോൾ 6-ന് മുകളിലുള്ള ഭൂകമ്പം വന്നാൽ പല മനുഷ്യ നിർമ്മിതികളും തകരും. അപ്പോൾ പുതിയൊരു ഡാം എന്നുള്ളതാണ് സൊല്യൂഷനെങ്കിൽ ഭൂകമ്പം ഉണ്ടായ പുതിയ ഡാം വെച്ചു എന്ന് വിചാരിക്കുക. ആ പുതിയ ഡാമും ഭൂകമ്പം ഉണ്ടായ തകരുമല്ലോ. ഇടുക്കിയും മറ്റ് അതിൻ്റെ അനുബന്ധ ഡാമുകളൊക്കെ തകരും. ഇപ്പോൾ കേരളത്തിൽ 6-ന് മുകളിൽ ഇപ്പോൾ 7-ഓ 8-ഓ മാഗ്നിറ്റ്യൂഡുള്ള ഒരു ഭൂകമ്പം വന്നാൽ പലതും തകരും. അപ്പോൾ ഈ ഭൂകമ്പം വന്നേക്കാം ഭാവിയിൽ. ഇപ്പോൾ ഭൂകമ്പം വരില്ല എന്ന് ആർക്കും പറയാനും പറ്റില്ല. ഭൂകമ്പം വന്നേക്കാം ഭാവിയിൽ എന്ന് പറഞ്ഞാൽ അത് എല്ലാ മനുഷ്യനിർമ്മിതികൾക്കും ബാധകമല്ലേ? തീർച്ചയാണ്. ഇവിടെ ആരോ ഇവിടെ സംസാരിച്ച ഒരാൾ പറഞ്ഞു, ഇതിന് റെക്കോർഡ്സ് ഉണ്ട്. എന്താണ് ഈ ഗ്രാജുവലി ഈ ഭൂകമ്പം ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്നു
എന്നുള്ളത് ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുള്ള രീതിയിൽ സംസാരിച്ചു. ഇത് ഞാൻ പറയുന്നതല്ല, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പറയുന്നതാണ്. ഞാൻ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം ഗ്രാജുവലി ഈ കേരളത്തിൽ ഭൂകമ്പങ്ങൾ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് വരുന്നു എന്നുള്ള ആ റിപ്പോർട്ട് വാങ്ങിച്ച് ഞാൻ സുപ്രീം കോടതി ഹാജരാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ ആൾക്ക് സുപ്രീം കോടതി പബ്ലിക് ഡോക്യുമെൻ്റാണ്, അതിൽ നിന്ന് കോപ്പി എടുത്ത് വായിച്ചു നോക്കാം. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് അത് കൊടുക്കുന്നില്ല ആർക്കും. അതെനിക്കെന്താണെന്നറിയില്ല, എനിക്ക് തന്നത് അബദ്ധമായി എന്നവർക്ക് മനസ്സിലായി കാണും. പിന്നെ പാലക്കാട് ചിറ്റൂർ താലൂക്കിൽ നല്ലേപ്പള്ളി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ നല്ലേപ്പള്ളിയിൽ 1900 ഒരു ഭൂകമ്പം ഉണ്ടായി. അതും 6 അധികം വരുന്ന ഭൂകമ്പമായിരുന്നു. അത് കോയമ്പത്തൂർ ഭൂകമ്പം എന്നാണ് അറിയപ്പെടുന്നത്. അത് കൊച്ചിയിൽ വരെ അതിൻ്റെ അലയൊലികൾ അക്കാലത്തുണ്ടായി. പിന്നെ അന്ന് മരിച്ചവരുടെ എണ്ണമൊക്കെ കുറവായിരുന്നു, കാരണം ഇത്ര വലിയ കെട്ടിടങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ആ ഭൂകമ്പം 6 വർഷത്തിനുള്ളിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യും എന്ന് സീസ്മോളജിസ്റ്റുകളുടെ പഠനമുണ്ട്. ഇന്ത്യയുടെ സീസ്മോളജിയായിട്ട് ബന്ധപ്പെട്ട വകുപ്പിൽ അന്വേഷിച്ചാൽ അതിൻ്റെ റിപ്പോർട്ട് കിട്ടും. ഇത് എനിക്ക് വെറുതെ ഇരുന്ന് പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. എല്ലാം ഞാൻ എന്ത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടോ, എന്ത് നാട്ടിലിറങ്ങി നടന്ന് പറഞ്ഞിട്ടുണ്ടോ, അതെല്ലാം രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ഇവിടുത്തെ എംബോർഡ് കമ്മിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെ ഒരു ജഡ്ജി അഭിപ്രായം പറയുക. ഇപ്പം ഫാദർ നരപ്പേൽ പറഞ്ഞില്ലേ, ജസ്റ്റിസ് KT തോമസ്, പിന്നെ AR ലക്ഷ്മണ, ഇവരൊക്കെയാണ് ഒരു എക്സ്പേർട്ട് പാനലിൽ വേണ്ടത്. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് AS ആനന്ദ്, ഇവരൊക്കെയാണ് ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയിൽ വേണ്ടത്. ഇത്തരം ജഡ്ജിമാര് ഈ പറയുന്ന ഇത്തരം സ്ഥാപനങ്ങളുടെ തലപ്പത്ത് വെക്കുന്നത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ, ലോകത്തൊരിടത്തും അങ്ങനെ ചെയ്യില്ല. ലക്ഷ്മണയും ജസ്റ്റിസ് KT തോമസും രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിയമജ്ഞരെ അവിടെ നിയോഗിച്ചത് നമ്മുടെ കേസ് നിയമപരമായി പ്രസന്റ് ചെയ്യാനാണ്. ഇപ്പൊ KT തോമസ് കേരളത്തിന് വേണ്ടി, AR ലക്ഷ്മണൻ തമിഴ്നാടിന് വേണ്ടിയും. എക്സ്പെർട്സ് വേറെ ഉണ്ടല്ലോ. ഇവർക്ക് നമ്മുടെ കേസ് ഏറ്റവും നല്ല നിലയിൽ പ്രസന്റ് ചെയ്യുക, അതാണ് കൃത്യമായും. അതായത് ഇപ്പൊ ഇതിനിപ്പോ കേരളവുമായി ബന്ധപ്പെട്ട ഉദ്ദേശത്തിലാണ് അവരെ അയച്ചത്. നമ്മെ ചതിച്ചു, വഞ്ചിച്ചു. ആര്? KT തോമസോ? നല്ല നിലയിൽ നടത്തിയതിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലനേഷൻ തരാം വേണമെങ്കിൽ. KT തോമസ് ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഫാദർ, നമ്മളിപ്പോൾ ഈ ഗൂഢാലോചന തിയറിയൊക്കെ പറയുമ്പോൾ KT തോമസിന് കേരളത്തെ വഞ്ചിച്ചുകൊണ്ട് എന്ത് കിട്ടാനാണ്? നമുക്കിപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ വൈകാരികതയ്ക്കപ്പുറത്ത് ഫാക്ട്സ്, സയന്റിഫിക് ഫാക്ട്സ് പ്രസന്റ് ചെയ്യാൻ കഴിയാതിരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. നമ്മളെ സംബന്ധിച്ച് അതൊരു ഡ്രോബാക്ക് ആണ്. നമുക്ക് ഈ കേസ് വിജയിക്കണമെങ്കിൽ സയന്റിഫിക് ആയി ഇതിന്റെ അപകടം ബോധ്യപ്പെടുത്തുക എന്ന ഒറ്റ മാർഗമേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ കോൺസ്പിറസി തിയറി പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? KT തോമസിന് ഇപ്പോൾ കേരളത്തെ വഞ്ചിക്കേണ്ട എന്ത് കാര്യമുണ്ട്? സാറേ, ഇത് കേക്ക്, ഞാൻ പറയുന്നതല്ല. ഇത് എനിക്ക് നിയമിച്ച KT തോമസിനെ നിയമിച്ച പ്രേമചന്ദ്രൻ കഴിഞ്ഞ ദിവസവും അന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പറഞ്ഞു അദ്ദേഹത്തെ നിയമിച്ചത് കേരളത്തിന് വേണ്ടി വാദിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അദ്ദേഹം പിറ്റേ ദിവസം പറഞ്ഞു, ഞാൻ കേരളത്തിൻ്റെ ആളല്ല, ഡൽഹിയിൽ തമിഴ്നാട്ടിൽ ഗസ്റ്റ് ഹൗസിൽ പോയി താമസിച്ചു, അവിടെ താമസിക്കരുത് എന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഉള്ള വ്യക്തമായ തെളിവോടെയാണ് നാം പറയുന്നത് അദ്ദേഹം കേരളത്തെ വഞ്ചിച്ചു എന്ന്. അല്ല, അതിനപ്പുറത്ത് ഇപ്പോൾ ശ്രീ സജീവ് മാർക്കോസ്, ഇപ്പോൾ KT തോമസ് നോക്കൂ, ഈ നമ്മൾ കഴിഞ്ഞ 10-12 വർഷം മുമ്പുള്ള നിയമപ്രക്രിയയുടെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട സമിതിയെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. KT തോമസിന് പകരം വേറൊരാളായിരുന്നു എങ്കിൽ ഈ കേസ്, അതായത് അന്ന് ഡീകമ്മീഷൻ ചെയ്യണം എന്നുള്ളതായിരുന്നില്ല കേസ്, മറിച്ച് ജലനിരപ്പ് ഉയർത്തണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു. ഒരുപക്ഷെ ഇനി സുപ്രീം കോടതിയിലേക്ക് പോയാൽ ഇതിന്റെ 152 അടിയിലേക്കും ഉയർത്താനുള്ള സാധ്യത അവിടെ ബാക്കിയുണ്ട് എന്ന പ്രശ്നം വേറെ കിടക്കുന്നു. അപ്പോൾ KT തോമസ് അല്ല മറ്റൊരാളായിരുന്നുവെങ്കിൽ ഈ കേസിന്റെ ഗതി മറ്റൊന്നാകുമായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ വളരെ വൈകാരികമായും അതുപോലെ തന്നെ റൊമാൻറ്റിക്കായും ഒക്കെ ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ആത്യന്തികമായി കേരളത്തിന് ഗുണമാണോ ദോഷമാണോ? ഒരു ഗുണവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ദോഷം ഉണ്ടാകുകയും ചെയ്യും. നമ്മൾ ഒന്നാമത് വ്യക്തികൾക്കെതിരെയുള്ള കഴിയുമെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയുന്നത് പിന്മാറുകയാണ് വേണ്ടത്. അവിടെ മറ്റൊരാളായിരുന്നാലും അവിടെ വ്യക്തിക്കല്ല പ്രാധാന്യം, അവിടെ സമർപ്പിക്കപ്പെടുന്ന രേഖകൾക്കാണ് പ്രാധാന്യം. അത് ഇപ്പൊ എല്ലാവരും റൂർക്കി IIT കുറിച്ച് പറഞ്ഞു. റൂർക്കി IITയുടെ റിപ്പോർട്ട് ഒരു കാരണവശാലും സുപ്രീം കോടതി പരിഗണിക്കില്ല. കാരണം അതിനെ നമ്മൾ ഏകപക്ഷീയമായിട്ട് നമ്മൾ നിയമിച്ച ഒരു സമിതിയാണ്. അതിനെ തമിഴ്നാട് എതിർത്തിരിക്കുന്നു. തമിഴ്നാട് റിപ്പോർട്ട് കൊണ്ടുവന്ന് നമ്മൾ സമ്മതിക്കുമോ?
അപ്പൊ ആ സ്ഥിതിക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളോടൊന്നും ഇനി പുറകോട്ട് പോയിട്ട് കാര്യമില്ല. നമുക്ക് ഇനി എന്ത് ചെയ്യാം, മുമ്പോട്ട് എങ്ങനെ പോകാന്നുള്ളതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചേ കാര്യമുള്ളൂ. അല്ലാതെ വൈകാര്യമായിട്ട് സംസാരിക്കുക, റൊമാൻറ്റിസൈസ് ചെയ്ത് പറയുക, ഇല്ലാത്ത കണക്കുകൾ പറയുക, എനിക്ക് തോന്നിയിരുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് എനിക്ക് ഒരു തരത്തിലും യോജിപ്പുള്ള ഒരു കാര്യമല്ല. മിസ്റ്റർ അഡ്വക്കേറ്റ് റസൽ ജോയ് പറഞ്ഞത് 6 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും സൈക്ലിക്കലായിട്ട് ഈ ഭൂകമ്പം വീണ്ടും വരുമെന്ന്. ഭൂകമ്പം പ്രവചിക്കാനുള്ള സംവിധാനം ലോകത്തിൽ ഒരിടത്തും ഇല്ല ഇന്ന്. അങ്ങനെ പ്രവചിക്കാനും പറ്റില്ല. അപ്പൊ 6 വർഷത്തിന് ശേഷം ഇത് വരുമെന്ന് ഏത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത്? ഈ പറയുന്നത് കേൾക്കുന്ന മനുഷ്യരുടെ ഉള്ളിൽ വരുന്ന ഭീതി എന്തായിരിക്കും? എന്ത് ശാസ്ത്രീയതയുടെ അടിസ്ഥാനത്തോടെ പറഞ്ഞു? ഏതെങ്കിലും സീസ്മോളജിക്കൽ നെറ്റ്വർക്ക് ഇന്ത്യയിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രാജ്യമാണ്. നമുക്ക് 115ഓളം സീസ്മോളജിക്കൽ ലബോറട്ടറികളുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള നമ്മുടെ ലബോറട്ടറിയാണ് കൊടൈക്കനാലുള്ളത്. 1933 സ്ഥാപിച്ചത്. നമുക്ക് തിരുവനന്തപുരത്തുണ്ട്. 24 മണിക്കൂർ മണ്ണിനുള്ളിൽ വരുന്ന ഏറ്റവും ചെറിയ തരംഗങ്ങളെ പോലും നിരീക്ഷിക്കുന്ന സംവിധാനം ഇന്ത്യയിലുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൽ എവിടെ നടക്കുന്ന ഇത്തരം ചെറിയ ചലനങ്ങൾ പോലും നമുക്ക് നിരീക്ഷിക്കുന്ന സംവിധാനമുണ്ട്. അതിനുശേഷം മാസാമാസം റിപ്പോർട്ടുകൾ ഇറക്കാറുണ്ട്. അതിനെയൊക്കെയാണ് നമ്മൾ ആധികാരികമായിട്ട് എടുക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ പറഞ്ഞെന്ന് തന്നെ ഇരിക്കട്ടെ, അതിനെന്തെങ്കിലും ശാസ്ത്രീയമായ അടിത്തറയുണ്ടോ? അതിനെന്തെങ്കിലും റെക്കോർഡിക്കലായ പിൻബലമുണ്ടോ? അത് വിശ്വസനീയമായ ഏജന്റ് ആണോ അത് പറഞ്ഞത്, ഏജൻസിയാണോ പറഞ്ഞത് എന്നിത്യാദി കാര്യങ്ങളെ കുറിച്ച് ബോധ്യപ്പെട്ടുകൊണ്ട് നമുക്ക് സമൂഹത്തിനിടയിൽ ഇത്തരം വാർത്ത പറഞ്ഞത്. ഇപ്പൊ 6 വർഷത്തിന് ശേഷം വീണ്ടും ഒരു ഭൂകമ്പം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള മനുഷ്യർ 6 വർഷം കഴിയുമ്പോൾ അവർ ജീവിക്കുന്നത് എങ്ങനെയായിരിക്കും? എന്ത് ഭയത്തോടെ ആയിരിക്കും ജീവിക്കുന്നത്? ഇപ്പൊ തന്നെ ഓൾറെഡി ഇപ്പോൾ വന്നിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ എല്ലാ പേരിൽ പ്രശ്നമുള്ളിടത്തും ഇല്ലാത്തിടത്തും മനുഷ്യൻ ഭയന്നാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ജനങ്ങളോട് പറയുമ്പോൾ സെൻസേഷന് വേണ്ടിയിട്ട്, കയ്യടിക്ക് വേണ്ടിയിട്ട് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതായ ഒരുവിധ വാർത്തകളും പറയാതിരിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളും തമിഴ്നാടും ഒറ്റ സംസ്ഥാനം എന്ന നിലയിൽ പരിഗണിച്ച് വേണം ഈ പ്രശ്നം മുമ്പോട്ട് പോകാൻ. അല്ലെങ്കിൽ നമുക്ക് ഇത് ഒരു കാലത്തും തീർക്കാൻ പറ്റില്ല. രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ ഒരു സേഫ്റ്റി ഓഡിറ്റ് നടത്തിയിട്ട് ഇത് ദുർബലമാണെന്ന് പറയാം. അങ്ങനെ ദുർബലമാണെന്ന് റിപ്പോർട്ട്, കൺക്ലൂസീവായ റിപ്പോർട്ട് സുപ്രീം കോടതി മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രശ്നമല്ല, പിന്നെ സുപ്രീം കോടതിയുടെ പ്രശ്നമാണ് പരിഹാരം കാണുക എന്നുള്ളത്. അപ്പൊ അതിന് അടുത്ത പരിഹാരം എന്ന് പറഞ്ഞാൽ ഡാം പൊളിക്കുക എന്നുള്ളതല്ല. സ്ട്രെങ്തനിങ് ആണോ ഇനി അതോ മറ്റെന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് വേ ആണോ? അതിനും പറയേണ്ട എക്സ്പേർട്ടുകളുണ്ട്. അവരാണ് പറയുന്നത് വെള്ളം തമിഴ്നാട് കൊടുക്കാൻ ഇതാണ് വഴി. അതിനുശേഷമാണ് അവസാനത്തെ ലാസ്റ്റ് റിസോർട്ടാണ് ഡാം പൊളിക്കുക, ഡീകമ്മീഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ മുമ്പ് അതിനു മുമ്പോട്ട് ചാടി വീഴുകയല്ല വേണ്ടത്. നമ്മൾ തന്നെ നമുക്ക് ഏകപക്ഷമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള വ്യക്തമാണ്. നമുക്കിവിടെ ഡാം പണിയാൻ പറ്റില്ല, നമുക്ക് ഡാം പൊളിക്കാൻ പറ്റില്ല, നമുക്കിപ്പോ കയറാൻ പോലും പറ്റില്ല. അവിടെ നമ്മളവിടെ സ്വസ്ഥമായിട്ട് കയറി സഞ്ചരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ നമ്മളവിടെ കയറാതാക്കി എങ്ങനെ നമ്മുടെ തമിഴ്നാട് അവിടെ കയറ്റാതാക്കി എങ്ങനെയാണെന്നറിയോ? ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണ നിമിത്തം തമിഴിന്റെ ഉള്ളിൽ നമ്മുടെ ഉള്ളിലും ഉള്ള ആ വിശ്വാസം നഷ്ടപ്പെട്ടു. നമ്മൾ ആ ഡാമിന് ഓരോ ദിവസവും ഏതെങ്കിലും തരത്തിൽ അത് അപകടാവസ്ഥയിലാണെന്ന് പത്രമാധ്യമങ്ങളിലൂടെ കാണിക്കുകയാണെന്നും അവിടെ നമ്മൾ അപകടം വരുത്തുമെന്ന് തോന്നിയ സമയത്താണ് അവർ കൊണ്ട് കയറുന്നത് പറഞ്ഞത്. ഇല്ല, നമ്മുടെ ആളുകൾ സ്വന്തമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ കർഷകരൊക്കെ ഇപ്പൊ അവരവിടെ കയറ്റാതായി. ഇനി നമുക്ക് സ്വന്തമായി പരീക്ഷ നടത്താൻ പറ്റൂല. അപ്പൊ അപ്പൊ ഒരു കൺക്ലൂസീവായ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ എന്താണ് നമ്മൾ ആലോചിക്കുക. അരുൺകുമാർ പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് ശരിയാണ്. ഒരു ഡാമിന് ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം 4 വർഷം അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് ഓഡിറ്റ് ചെയ്തിട്ട് വേറെ സേഫ്റ്റി ഓഡിറ്റ് നടത്തുന്ന പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചോളൊന്നുമില്ല. പക്ഷേ നമുക്ക് പറയാൻ ചില വാലിഡായി പോയിട്ടുണ്ട്. ഒന്ന് ഈ കാലാവസ്ഥ വ്യതിയാനം വന്നിട്ടുണ്ട്. നമ്മൾ ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ വാലിഡ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അതിവർഷമുണ്ട്, ഒരിക്കലും ഉണ്ടാവാത്ത തരത്തിലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൽ നടക്കുന്നുണ്ട്. അതൊരു വാലിഡ് പോയിന്റ് ആക്കി മുൻനിർത്തി ഉന്നയിച്ച് വീണ്ടും ഒരു സേഫ്റ്റി ഓഡിറ്റ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പോകാൻ കഴിഞ്ഞാൽ ഈ മൊമെന്റിൽ പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യം അതായിരിക്കും. എനിക്കൊരു ഇടവേള വേണം, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. ചർച്ചയിലേക്ക് സമയ ചുരുക്കമുണ്ട്. അരുൺകുമാർ, ഒരു 30 സെക്കൻഡ് ഉണ്ട്. ഇതിപ്പോ ഓരോ 3 കൊല്ലവും ചർച്ചയാവുക, കുറച്ച് ആളുകൾ പന്തം കൊളുത്തി പ്രകടനം നടത്തുക എന്നുള്ള നിലയിൽ ഒരു ആചാരമാക്കുന്നതിന് പകരം ഇതൊരു അവസരമാക്കി മാറ്റുകയും എന്തെങ്കിലും കൺസ്ട്രക്റ്റീവായിട്ട് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുകയും ചെയ്യുക എന്നൊരു സമീപനം സർക്കാർ സ്വീകരിക്കുമോ വളരെ പെട്ടെന്ന്? ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ 2014 വിധി അന്തിമമാണെന്നും ഇനി സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന്റെ വിധിയെ നമുക്ക് പുനഃപരിശോധിക്കാൻ കഴിയില്ല എന്നും ഉള്ള ഒരു ധാരണയാണ് ഈ കഴിഞ്ഞ ഒരു 10 വർഷമായി നമ്മുടെ മുന്നിലുള്ളത്. എന്നാൽ കാർ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് തമിഴ്നാട് ഫയൽ ചെയ്ത കേസിൽ നമ്മൾ റേസ് ചെയ്തിരിക്കുന്ന ഒരു ഇഷ്യൂ, ആ ഇഷ്യൂ 1886 ഒരു നാട്ടുരാജാവും അതുപോലെ തന്നെ അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയും തമ്മിലുള്ള കരാറാണ്. ആ കരാറിൽ തമിഴ്നാടില്ല. അത്തരത്തിൽ തമിഴ്നാടില്ലാത്ത ഒരു കരാറ് എങ്ങനെ നമുക്ക് ബൈൻഡിംഗ് ആണ്, തമിഴ്നാടും കേരളവും തമ്മിൽ ബൈൻഡിംഗ് ആകും എന്നുള്ളൊരു വിഷയമുണ്ട്. ഇതുവരെ സുപ്രീം കോടതി പരിഗണിക്കാത്ത ഒരു ഇഷ്യൂ ആണ്. ആ ഒരു ഇഷ്യൂ റേസ് ചെയ്തപ്പോൾ തമിഴ്നാട് അതിനെതിരെ ഒബ്ജക്ഷൻ രേഖപ്പെടുത്തി. പക്ഷെ അത് പരിശോധിച്ച് സുപ്രീം കോടതി പറഞ്ഞത് അത് പരിഗണിക്കേണ്ട വിഷയമാണ് എന്ന് തന്നെയാണ്. അപ്പൊ നിലവിൽ കേരളവും തമിഴ്നാടും തമ്മിൽ ഒരു എഗ്രിമെന്റും ഇല്ല. ഒരു നാട്ടുരാജാവും അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുമായിട്ടാണ് കരാറെന്നും അതുകൊണ്ട് ആ വ്യവസ്ഥ ഇപ്പോൾ പാലിക്കപ്പെടേണ്ടതില്ല എന്നും അതിൽ സ്വതന്ത്രമായ തീരുമാനം കേരള ഗവൺമെന്റിന് എടുക്കാൻ അനുവാദം വേണമെന്നുള്ള നമ്മുടെ ആവശ്യത്തിനോട്
സുപ്രീം കോടതി അനുഭാവപൂർവ്വം പരിഗണിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിയമപ്രശ്നങ്ങൾ റീഓപ്പൺ ചെയ്യട്ടെ, ചർച്ചകൾ സംഘടിപ്പിക്കട്ടെ, അതുപോലെ ഈ ആശങ്ക നന്നായി തന്നെ പങ്കുവയ്ക്കപ്പെടട്ടെ. പക്ഷെ അത് ഭയമുണ്ടാക്കുന്ന തരത്തിലാകരുത്. ഈ കേരളത്തിന്റെ ആശങ്ക സുപ്രീം കോടതിയെയും പാർലമെന്റിനെയും എല്ലാം ബോധിപ്പിക്കാനും ഈ കേസ് റീഓപ്പൺ ചെയ്യുവാനും ഒരു നല്ല പരിഹാരം ഉണ്ടാക്കി ഒരു പുതിയ ഡാം പണിയുവാനും ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്താൻ, അതുപോലെ തന്നെ തമിഴ്നാടിന്റെ വെള്ളം എന്നുള്ള ആവശ്യം പൂർണ്ണമായി നിരാകരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നില്ല. അത്തരത്തിൽ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ സൗഹാർദ്ദപരമായി ഈ വിഷയത്തിൽ സൗഹാർദ്ദപരമായും ഈ വിഷയം പരിഹരിക്കാനുള്ള ശ്രമമുണ്ട്. അതിനിടയ്ക്ക് ഭീതി പരത്തുന്നത്, ആളുകളെ പേടിപ്പിച്ച് നിർത്തുന്നത് ഗുണകരമല്ല. താനും എല്ലാവർക്കും നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.